ഫോട്ടോയോ? എവിടെ കണ്ടേ? കാണണോ? ഇതാ മാം. മാം ഇവിടെ വരാഞ്ഞത് കൊണ്ടറിയാന് സാറ് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. മാം എന്തായാലും വന്നത് നന്നായി. മാഡത്തിന് വയ്യല്ലോ. ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ, ജോലി കഴിഞ്ഞ് പോകാനുള്ളതാ. അപ്പം ഞാൻ വന്നപ്പം മുതൽ മുഴങ്ങിക്കേൾക്കുന്ന ശ്രുതിമധുരമായ പേരിൻ്റെ ഉടമ ഇതായിരുന്നല്ലേ. എന്നാലും ഇത് എങ്ങനെ? എന്തായാലും എന്നെ പോലെയല്ല, ഒരു മദാമ ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും എന്നെ കടത്തി വിട്ടൊന്നുമില്ല. അനുവച്ചനെ പേടിക്കണം. സാർ, ഡോക്ടർ മാധുവിനെ കണക്ട് ചെയ്യ്. പ്ലീസ് വെയിറ്റ് സാർ. സോറി സാർ, ടുഡേ ഡോക്ടർ ഈസ് ഓഫ്. ഓഫ്? വാട്ട്സ് ദ റീസൺ? സാം സാറിനോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ. ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ സാക്ഷിയെ കണക്ട് ചെയ്യ്. നോ സാർ, ഡോക്ടർ സാക്ഷി ഈസ് ഓൾസോ ഓൺ ലീവ്. ഓ ഓക്കെ. ഡോക്ടർ മാധുവിൻ്റെ പേഴ്സണൽ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്യ്. ഓക്കെ. ഷുവർ സാർ. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മ്യോങ്ജോങ്ങിലെ ബസ് സ്റ്റേഷനടുത്തുള്ള ഒഴിഞ്ഞൊരു കോണിൽ നിന്നും പോലീസ് ബോഡി കണ്ടെത്തിയത്. രക്തം വാർന്നു മരണപ്പെട്ടതായിട്ടാണ് പോലീസിന്റെ നിഗമനം. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ക്രൂരമായിട്ടാണ് കൊലപാതകം നടത്തിയത്. ഇതിന്റെ പിന്നിലെ രഹസ്യം ഇത് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന ബസ് സ്റ്റേഷനാണല്ലോ. ഇവിടെ നിന്നാണ് ബോഡി കിട്ടിയത്. എൻ്റെ ഈശ്വര, ഇന്നലെ രാത്രി മൊത്തം തങ്കു അവിടെ അല്ലേ നിന്നെ. ഹലോ ഹലോ, ഹു ഈസ് ദിസ്? ഹലോ, ഡോക്ടർ മാധു ഹിയർ. ഹു ഈസ് ദിസ്? ഹലോ ഹലോ, ആരാന്ന് പറയടോ. ഹലോ, ഡോക്ടർ ജെറി. ആ, ഡോക്ടറായിരുന്നോ? നാളെ ഒരു അപ്പോയിൻമെന്റ് ഉണ്ട്. ഒരു മൈനർ കേസാണ്. ഓ, ഐ എം സോറി സാർ. അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? സിസ്റ്ററിന് ചെറിയൊരു ഫീവർ. സാക്ഷി? അതെ അതെ, ഞാൻ 2 ദിവസത്തെ ലീവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഓക്കെ ഓക്കെ, ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം. ഡോക്ടർ സാക്ഷി. ഷോ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഒന്ന് പോയി തരാവോ? എന്തിനാ സാക്ഷി 24 മണിക്കൂറും അങ്ങയുടെ മോന്തി ഓർത്തോണ്ടിരിക്കുന്നേ? പിന്നെ ലോകത്ത് വേറെ പെൺപിള്ളേരില്ലാത്തോണ്ടല്ലേ അങ്ങനെ എൻ്റെ പുറകെ വരാൻ പോകുന്നേ. സാക്ഷി, ഇനി കണ്ട മൈൻഡ് പോലും ചെയ്യണ്ട, മറക്കണം. ഐ ക്യാൻ. എന്നാലും കാനഡയ്ക്ക് പോയത് എന്തിനാ? വന്നിട്ട് ഞാൻ അറിഞ്ഞു പോലുമില്ല. സാർ, നമ്മൾ ടെൻഷനിൽ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. സാർ, സൈമണിൻ്റെയും നിക്കോളാസിൻ്റെയും ബോഡി കിട്ടിയത് ഒഴിഞ്ഞ ഒരു ബിൽഡിങ്ങിൽ നിന്നായിരുന്നു. അതും അവരുടെ ബോഡിയിൽ അവർ തന്നെ ഉണ്ടാക്കിയ മുറിവുകളും. അങ്ങനെയാണെങ്കിൽ ശ്വാസം കിട്ടാത്ത രീതിയിലോ വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അവർ മരിച്ചിട്ടുണ്ടാവുക. പിന്നെ ലേവിയുടെയും ബ്രാഡിൻ്റെയും ബോഡി വളരെ മ്യൂട്ടിലേറ്റഡ് ആയിരുന്നു. സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കുത്തിക്കീറി രക്തം വാർന്നാണ് അവർ മരിച്ചിരിക്കുന്നത്. അവരുടെ 2 പേരുടെയും ബോഡി കിട്ടിയത് പൊതുസ്ഥലത്ത് നിന്നും. ഒന്ന് സെൻട്രൽ പാർക്ക്, ഒന്ന് മ്യോങ്ഡോങ്ങിലെ ബസ് സ്റ്റേഷൻ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് സാർ, എൻ്റെ സംശയം മാത്രമായിരിക്കും, എന്നാലും എന്തൊക്കെയോ എവിടേക്കോ ചെറിയൊരു കണക്ഷൻ. ആദ്യം കൊന്ന സൈമണും നിക്കോളാസും ന്യൂസിലാൻഡിലുണ്ടായിരുന്ന പെൺകുട്ടിയെ കൊല്ലാൻ ആൽബർട്ടിനൊപ്പം പോയവരാണ്. ബ്രാഡും ലേവിയും ഡേവിസിനെ കൊല്ലാൻ നമ്മൾ ഏൽപ്പിച്ച 3 പേരിൽ 2 പേർ. അപ്പോൾ മൈക്കിളോ? അവൻ ആൽബർട്ടിനൊപ്പം ഉണ്ടായിരുന്നതല്ലേ? ശരിയാ, മൈക്കിളിന് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇനിയും സർ, പോലീസ് പറഞ്ഞ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാസ്പർ, അവനല്ലേ 3-ാമത്തെയാൾ? ജാസ്പറും മൈക്കിളും? നോ, ആര് ചെയ്താലും ജാസ്പറിനെ തൊടാൻ അവൻ ധൈര്യം കാണിക്കില്ല.
ജെസ്സിമേളമാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ലേവിയെയും ബ്രാഡിനെയും കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അറിയാതെ പോകുന്ന എന്തോ ഉണ്ട് സാർ ഇതിന് പിന്നിൽ. ജെറിൻ ഡോക്ടർ? ഏയ് നോ. കാരണം അവനെ അറിയില്ല അവൻ്റെ അപ്പനെ കൊന്നതാണെന്ന്. ഇപ്പോഴും ആക്സിഡൻ്റ് ആണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. എന്നാലും അവനെന്ത് ചെയ്യാനാ, ഒരു ചെറുക്കൻ. നീ അതിനെപ്പറ്റി കൂടുതലൊന്ന് അന്വേഷിക്കുക. ഓക്കെ സാർ. കുമുവായോ? വാട്ട്സ് റോങ്? നിങ്ങൾ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചാൽ ഞാൻ എങ്ങനെ നിങ്ങളെ നോക്കും? ഡോക്ടർ, പെയിൻ ആയതുകൊണ്ട്. ഓ ഷിറ്റ്, ഇതെന്താ ഞാൻ ആദ്യമായിട്ട് കാണുക? പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോ. ആൽബി, ഡോക്ടറിനെ വിളിക്ക്. ഷോ, ഇവരെന്താ വരാത്തെ? എത്ര നേരമായി? ആൽബി, എനിക്ക് വേദന സഹിക്കുന്നില്ല. ആൽബി, ഒന്ന് വിളിക്ക്. ഡാഡി വിളിപ്പിച്ചായിരുന്നോ? ജി, ഉടനെ തന്നെ ലിയാനയുമായിട്ടുള്ള മാരേജ് ഉണ്ടാവും. അതിനുവേണ്ടി നീ പ്രിപ്പയർ ആവണം. യെസ് ഡാഡ്, ഞാനും അത് പറയാനിരിക്കുമായിരുന്നു. ലിയാനയോട് ഞാൻ സംസാരിച്ചോളാം. പറ്റുവാണെങ്കിൽ നീയും കൂടി ഒന്ന് സംസാരിക്കേ. വേണ്ട, ഡാഡ് സംസാരിച്ചാൽ മതി. ഡാഡ് എന്ത് പറഞ്ഞാലും ഞാൻ ഓക്കെയാണ്. ദാറ്റ്സ് മൈ സൺ. ശരി മോനെ, നീ പൊയ്ക്കോ. അലക്സി, അഡ്വക്കേറ്റിനോട് എന്നെ വന്ന് കാണാൻ പറയേ. ശരി സാർ. ആ ന്യൂസ് കേട്ടപ്പോൾ സത്യമായിട്ട് തങ്കു എൻ്റെ റീലേ അടിച്ചുപോയി. നീ ഇന്നലെ അവിടെ ഒറ്റയ്ക്കാണല്ലോ നിന്ന് നോർത്തപ്പോഴാണ് എനിക്ക് ഏറ്റവും ടെൻഷനായത്. അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ ഒരാളുണ്ടല്ലേ, ഇസ്ര. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര റിച്ച് ആണെന്ന്. എന്നാലും നിനക്കൊരു ഫോട്ടോ എടുത്തുകൊണ്ട് വരത്തില്ലായിരുന്നോടി? അതെങ്ങനെ? അത് കണ്ടപ്പോഴെനിക്ക് പല കാര്യങ്ങൾ ഓർമ്മ വന്നത്. ആ ഒരു ഷോക്കിൽ ഫോട്ടോ എടുക്കാനൊന്നും ഓർത്തില്ലടി. നാളെ ഞാൻ മേഡത്തിനോട് നേരിട്ട് ചോദിക്കും. ചോദിക്കണം. അല്ലടി, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്തിനായിരിക്കും എന്നോട് ഇത്ര ദേഷ്യം? അയാൾക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ സന്തോഷമല്ലേ വരണ്ടേ? അങ്ങനെയാണെങ്കിൽ അയാളെ തേച്ചതാകാനാണ് ചാൻസ്. ഇസ്ര ഒരു കില്ലാടി തന്നെ. തേച്ചതാണെങ്കിൽ ദേഷ്യമല്ലേ വരണ്ടേ? അതല്ലേടി നിന്നെ കാണുമ്പോൾ ദേഷ്യം. അത് ശരിയാ. അതിന് ഞാനല്ലല്ലോ അയാളെ തേച്ചത്. എന്തേലും ആട്ടെ, നമുക്ക് അന്വേഷിക്കാം. നാളെ ഡ്യൂട്ടിക്ക് പോകാം. കുറവില്ലെങ്കിൽ നമുക്ക് നാളെ ലീവ് എടുക്കാടി. സാരമില്ല, കുറവൊക്കെ ഉണ്ട്. സാർ, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ഇറ്റ്സ് ഓക്കെ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചീഫിനോട് അറിയിക്കണം. 2 o'clock. സാർ, അപ്പോൾ അതർ സ്റ്റാഫ്സ്? ഓൾ സ്റ്റാഫ്സ്. ഓക്കെ സാർ. മേ ഐ കമിങ് സാർ? യെസ്. ഐ എം സോറി സാർ, ബിസി ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ. സൈൻ ചെയ്യാനാണോ? അതെ സാർ. താങ്ക് യു സാർ. ഡോക്ടർ സാക്ഷി, ഫ്രീ ആകുമ്പോൾ എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരണം. ഐ എം സോറി സാർ, ഇന്നലെ ലീവ് ആയിരുന്നത് കൊണ്ട് ഇനി ഞാൻ ബിസി ആയിരിക്കും. പിന്നെ മീറ്റിങ്ങിനും ടൈം പോകുമല്ലോ. സാർ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഏയ്, നത്തിങ്. സാർ, അങ്ങനെ ബിഹേവ് ചെയ്തതിൽ എന്തെങ്കിലും വാർണിംഗ് കൊടുക്കണോ? നോ, അതെന്നെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതിലും വലിയ കാര്യങ്ങൾ ഹോസ്പിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന രീതി നടക്കുന്നുണ്ട്. അതാദ്യം വാൺ ചെയ്യാൻ നോക്കുക. ഹലോ ലീ. ഇച്ചായ ഹോസ്പിറ്റലിലാണോ? അതെ മോളെ, എന്താ കാര്യം? ഇച്ചായ, ജെയ്ഡൻ്റെ ഡാഡിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇച്ചായനും കൂടി വേണം എൻ്റെ കൂടെ. ഓക്കെ.
ഒരു ഡോക്ടർ എങ്ങനെയാവണം? ഓക്കെ, ഡോക്ടർ ഒരു ജോബ് മാത്രമല്ല, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. 50 to 20 മിനിറ്റ്സിലേക്ക് എങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിൻ്റെ റീസൺ എന്താണ്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു ഔട്ട്ലുക്ക് ഉണ്ട് അല്ലേ? അത് ഫോറിൻ എക്യുപ്മെൻറ്റ്സ് കൊണ്ടോ വാർണിഷ് ചെയ്തൊരു ബിൽഡിങ്ങിൻ്റെ ലുക്കിലോ അല്ല. പേഷ്യൻസ് ആൻഡ് ഡോക്ടേഴ്സ് അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ. വി നോ we are the largest hospital in this region. 24 major departments, 15 specialized centers, 1,000 beds, assisting over 50,000 patients per year, right? ഒരു മോഡിഫിക്കേഷന് ഇതൊക്കെ പറയാം. ബട്ട് പേഷ്യൻസിനെ നോക്കാൻ ടൈമില്ലാത്തവർക്കും പേഷ്യൻസ് ഇല്ലാത്തവർക്കും വേണ്ടി ഈ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല യാതൊരു ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യാൻ അവകാശമില്ല. ഇവിടെ ഉണ്ടായിരുന്നു 3 മാസം മുമ്പ് വരെ. ബട്ട് നൗ ഐ ആം ദ സി ഓഫ് ദിസ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ മിനിമം ക്വാളിറ്റിയും ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവണ്ടേ ഡോക്ടർ മെർലിൻ? ഇന്നലെ ഒരു റൗണ്ട്സിലൂടെ ആറ്റിറ്റ്യൂഡ് കൂടിപ്പോയ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ സാമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ ആ ലിസ്റ്റിലുള്ളവർക്ക് സാം ഒരു ഗിഫ്റ്റ് തരും. അത് കിട്ടുന്നവർ നാളെ മുതൽ നിങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഹോസ്പിറ്റൽ കണ്ടുപിടിക്കുക. ഇതിനു മേൽ നോ മോർ എക്സ്ക്യൂസസ്. ഇറ്റ്സ് ഓവർ. ഐ ആം സോറി. ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് ആ വ്യക്തിയാണ് തമാശയ്ക്കാണെങ്കിലും എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചത്. താങ്ക്സ് ടു യു. എന്നാലും അതാരാ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? സമ്മതിക്കണം, സാറിനോടൊക്കെ ചെന്ന് പറഞ്ഞത്. അത് ആർക്കറിയാം. മിലി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജെറിൻ ഡോക്ടർ എപ്പോഴും എന്തിനാ എല്ലാ ഡോക്ടേഴ്സിനെയും ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നത്? അതിന് മാനേജറില്ലേ? ആര്? ജെറിൻ ഡോക്ടറാ? എന്തുവാ ഡോക്ടർ ഈ പറയുന്നേ? ഞാൻ തന്നെ അങ്ങനെ ഇപ്പോൾ കണ്ടത് 7-8 ദിവസം കൂടിയാ. സാറിൻ്റെ ക്യാബിലേക്ക് അങ്ങനെ ആരെയും വിളിപ്പിക്കത്തുമില്ല, അങ്ങോട്ടാരും പോകാറുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ റിനി മേഡം ഉണ്ടല്ലോ, പിന്നെ എത്ര പേരുണ്ട്, അവിടെയൊക്കെ പോകാറുള്ളൂ. എന്തെങ്കിലും ഒരു വാക്ക് തെറ്റിപ്പോയാൽ മതി, പിന്നെ പിറ്റേ ദിവസം നമുക്ക് വീട്ടിൽ ഇരിക്കാം. ഓ, അങ്ങനെയാണോ? അപ്പം ആരും പോകാറില്ല. സാറിന് വല്ല ലവ് അഫെയറോ വല്ല ഉണ്ടോ? ഇല്ലെന്നാ തോന്നുന്നേ. ഇനി കാണുമെന്നും അറിയത്തില്ല, വലിയ വലിയ ആൾക്കാരല്ലേ. വേറെ ആരോടേലും ഫ്ലേർട്ട് ചെയ്യാൻ പോകാറുണ്ടോ? എൻ്റെ പൊന്നു ഡോക്ടറെ, അങ്ങേര് ക്യാബിനി വരുന്നതും അറിയുന്നില്ല, പോകുന്നതും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. പിന്നെ അങ്ങേര് ആരെ ഫ്ലേർട്ട് ചെയ്യാൻ നിൽക്കാനായിട്ട്? അല്ല, എന്നൊക്കെ അറിയണ്ടേ? പിന്നെ അങ്ങേരുടെ അടുത്തൊന്നും ആരും പോകത്തില്ല കേട്ടോ. അങ്ങോട്ട് പോകാറുമില്ല, ഇങ്ങോട്ട് വരാറുമില്ല. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, വിശ്വസിക്കാൻ പറ്റത്തില്ല. സെക്കൻഡുകൾ കൊണ്ടാണ് ക്യാരക്ടർ മാറുന്നത്. അപ്പം എന്നെ മാത്രം എന്തിനാ ഈ ക്യാബിനിലോട്ട് വിളിപ്പിക്കുന്നത്? എൻ്റെ പൊന്നടി, ഇത് ശരിക്കും നീ മതാമേതുപോലുണ്ട്. ഒന്ന് നോക്ക് മാധു, നീ കുറച്ചുകൂടെ വെളുത്തിട്ട് മുടിയൊക്കെ മഞ്ഞ കളറാക്കി ഇച്ചിരി വണ്ണം കൂടെ വെച്ചാൽ ഒരു വയറ്റിൽ നിന്ന് വന്നാണെന്നേ പറയത്തുള്ളൂ. ഓ, ഞാൻ കണ്ടതാ. ഇതെന്നാടി, നിന്റെ ഷേപ്പുള്ള ഒരാളെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നില്ലേ? എൻ്റെയൊക്കെ എവിടാണോ? വല്ല പാകിസ്ഥാനിലും ആയിരിക്കും. ഇതിലിപ്പോൾ ഞാൻ തന്നെയാണോ നിന്റെ ചേച്ചി? എൻ്റെ സാക്ഷി, ഇത്ര എക്സ്പ്രഷൻ ഇടേണ്ട കാര്യമൊന്നുമില്ല. നീ കല്ലല്ലടി, നീ പാറയാ പാറ. ഇസ്ര, ഓ, ആ പേര് തന്നെ എന്തോ രസമാ. നീ ഇത്രയൊക്കെ എൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കാൻ ഞാൻ അനുവദിച്ചു തന്നത് ഈ മുഖമുള്ളതുകൊണ്ട് മാത്രമാണ്. പുള്ളിക്കാർ ഭയങ്കര ഹൈ റിച്ച് ഫാമിലി ആണെന്ന് തോന്നല്ലോടി. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും വലിയ ഫാമിലിയിൽ നിന്ന് നല്ല അടിപൊളി ചെക്കനെയൊക്കെ കിട്ടിയത്. ഡോക്ടർ സാക്ഷി, ഐ എം എ ന്യൂറോ സർജൻ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചും സ്റ്റാറ്റസ് വെച്ചും ആർക്കും എന്ത് നേടാം. അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കൂടി. ഈ ശ്രാജയുടെ പെർഫെക്റ്റ് ജോഡികൾ. തങ്കു, നീ അവിടെ ഇസ്രയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു, ഞാൻ പോവാം. അതെന്നാടി നിനക്കിത്ര ദേഷ്യം? എനിക്കിച്ചിരി ദേഷ്യവാ. എന്നെ പോലെ ഞാൻ മാത്രം മതി.
അല്ലേലും നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂടി. തങ്കു അത് വിട്ടെ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചൂടെ തങ്കു? ജെറിൻ ഡോക്ടർ ഒരു CEO അല്ലേ, അപ്കമിങ് ചെയർമാൻ, കൂടാതെ അത്രയും ബിസിയുള്ളൊരു ഡോക്ടർ. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും സിൻസിയറിറ്റിയോടെ ഹോസ്പിറ്റൽ റൗണ്ട്സ് ചെയ്യാൻ നോക്കുക. CCTV ഇല്ലാഞ്ഞിട്ടാ. എനിക്കതാ പുള്ളിയുടെ ബ്രില്യൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പക്ഷേ ആ ഒറ്റ കൊടുത്തത് ആരാണെന്ന് മാത്രം അറിയത്തില്ലല്ലോ. ഇനി റിനിമേഡും ആണോ? അല്ല, ഈ ജെറിൻ ഡോക്ടറും റിനിമേഡും അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ആണല്ലോ. ഫ്രണ്ട്സോ? ഏതാ? ആ മെലിഞ്ഞുണങ്ങിയതള്ളയോ? പിന്നെ അതിന് ഇത്രമാത്രം ഞെട്ടാൻ എന്തോ തങ്കു? നീ അല്ലല്ലോ, ഞാനല്ലേ അങ്ങേരുടെ കൂടെ എപ്പോഴും ഉള്ളത്. പുള്ളിക്കാരി സീനിയർ ഗൈനക്കല്ലേ, അപ്പോൾ അവരൊരുമിച്ച് പഠിച്ചതാകാനാ ചാൻസ്. മാത്രമല്ല അവരെപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നില്ല. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്കിപ്പോൾ എന്നെ അറിയേണ്ടത് അതാരാ ചെന്ന് പറഞ്ഞെന്നല്ലേ? എന്നാ കേട്ടോ, അത് ഞാനാ. കണ്ണു മുഴിപ്പിക്കണ്ട. ഞാൻ പാരവെക്കാനൊന്നും പറഞ്ഞല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞു പോയതാ. നീ ഡോക്ടറിനോട്? ഓ, എന്തുവാ മാധു? എൻ്റെ വാക്കും കേട്ട് അങ്ങേര് റൗണ്ട് ചെയ്ത് നോക്കുന്നത് ഞാൻ ഓർത്തില്ല. സ്പെഷ്യൽ താങ്ക്സും പറഞ്ഞ സീനിയർ ഡോക്ടേഴ്സിനെ പിരിച്ചുവിടണമെങ്കിൽ ചില്ലറ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലല്ലോ പുള്ളിക്കാരന് നീ. അല്ല, അപ്പോൾ അതിനൊക്കെ ബോർഡ് ഓഫ് മീറ്റിങ്ങിൻ്റെ സൈൻ വേണ്ടേ? അതൊക്കെ ശരിയാക്കാൻ ഡോക്ടർ ജെറിന് മിനിറ്റുകൾ മതി. എല്ലാം അറിയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ക്യാബിനിൽ പോക്കും ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങും മനസ്സിലാവുന്നുണ്ട്. മാധു, സമയം എത്രയായി? നമുക്ക് പോകാൻ സമയമായില്ലേ? ആയി, വാ പോകാം. മാം, വി ഗോട്ട് റോങ് ഇൻഫർമേഷൻ. ലൊക്കേഷൻ കറക്റ്റ് ആയിരുന്നു, പക്ഷേ തോമസ് മിസ്സിംഗ് ആയിട്ട് 3 months കഴിഞ്ഞു മാം. വാട്ട്? മിസ്സിംഗ്? യെസ് മാം, കിട്ടിയ ലൊക്കേഷൻ അനുസരിച്ച് ഞങ്ങളവിടെ പോയി നോക്കി. മിസ്സിംഗ് ആയിട്ട് 3 months കഴിഞ്ഞിട്ടും തോമസിൻ്റെ ഫാമിലി എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാം. ഇതല്പം കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഐസക്. മിസ്സിംഗ് ആയ ടൈമിൽ എനിക്കൊരു കോള് വരേണ്ടതാ, പക്ഷേ ഇതിലെന്തോ കളിയുണ്ട്. ഓഫ് കോഴ്സ് യു ആർ മാം. യെസ്, ഡോക്ടർ സാക്ഷി ഹിയർ. ഓ, ഇനി എന്താ? ഫയലോ? ഞാൻ വെച്ചല്ലോ. ആ ശരി, ഇതെന്തോ കഷ്ടമാണോ? ഇതാ മാം മെഡിസിൻ. ജൂലിയ, താങ്ക്സ്. എന്തിനാ മാം? നീ കാരണമല്ലേ എനിക്ക് മാധു ഡോക്ടറിനെ ഇവിടെ കിട്ടിയത്. അന്ന് ശരിക്കും നീ എന്താ ജയോട് പറഞ്ഞത്? ഓ, അതാണോ മാം? അത് മാം, ഞാൻ പറഞ്ഞത് മറ്റേ ഡോക്ടർ എപ്പോഴും ഫോണിലാണെന്ന്. ഓ, ഓക്കെ. ജയ്? യെസ്, മെഡിസിൻ വാങ്ങാൻ പോയതാണല്ലോ. ഓ, ഓക്കെ. വെയിറ്റ് ചെയ്യാൻ പറയണോ? ഞാനിപ്പോൾ വിളിച്ച് പറയാം. ഓക്കെ ജയ്. സാക്ഷി, പ്രിപ്പയർ ആവണം. കാണാനും പറ്റുന്നില്ലല്ലോ. അതേ ഇരിക്കുന്ന. മേ ഐ കം ഇൻ? കമിൻ. ഡോക്ടർ സാക്ഷി, ഫയല് കിട്ടിയോ? സാർ, ഫയൽ ഞാൻ കുറച്ച് മുന്നേ ഇവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ സാർ ഇവിടെ ഇല്ലായിരുന്നു. ആരോടെ വെച്ചിട്ടാ എന്നെ ക്യാബിനിൽ കയറിയത്? സാർ ഇവിടെ ഉണ്ടെന്ന് കരുതി തന്നെ ഞാൻ വന്നത്. ഇല്ലെന്നറിയാൻ ജോൾസിനൊന്നും അല്ലല്ലോ. ശരി, എന്നിട്ട് ഫയൽ എവിടെ? ഒരു ഫയൽ ഇതിപ്പോൾ എവിടെ വെക്കും? ഇവിടെ ഇരിക്കട്ടെ. സർ, സീരിയസ്ലി ഞാൻ ഇവിടെ കൊണ്ട് വെച്ചതാ. ഓ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയൽസ് ഇവിടെ ഉണ്ട്. ചിന്ത എവിടെയാ? ഇവിടെ ഒന്നും ഇല്ലേ? ചിന്ത എവിടെയും പോയിട്ടില്ല. എങ്കിലേ ഫയലും എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ആഹാ, രസമുണ്ടല്ലോ ദേഷ്യം കാണാൻ. സർ പ്ലീസ്. ഓ സാക്ഷി, കൂളാവോ? ഫീവർ എങ്ങനെ, കുറഞ്ഞോ? ഞാൻ കൊണ്ടുവിടത്തില്ലായിരുന്നോ? ഇറങ്ങിയങ്ങ് പോയതല്ലേ. ഫീവർ കുറഞ്ഞോ ഇല്ലെന്നൊക്കെ ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ചോദിച്ചോ.
ഞാനിവിടെ വന്നതിന് ശേഷം എത്ര പേരെ സാർ ഈ ക്യാബിനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്, ഞാനൊഴിച്ച്. ആ, എന്താ ഉത്തരം മുട്ടിയോ ഡോക്ടർ ജെറിൻ ഡേവിസിന്? ഉം. എന്നാ പറയൂ ഡോക്ടർ ജെറിൻ ഡേവിസ്, ഫയൽ ഇവിടെ ഉണ്ടായിട്ടും താങ്കൾ അത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഡോക്ടർ സാക്ഷി എന്ന് പറഞ്ഞ് ഒരു കാര്യമില്ലാതെ എന്തിനാണ് ഇപ്പോഴെന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഡോക്ടർ ജെറിൻ ഡേവിസ്. കഴിഞ്ഞ ദിവസം ഫിലോസഫി പറഞ്ഞെന്നെ മലയത്തിറക്കി വിട്ടപ്പോൾ കണ്ടില്ലല്ലോ ഈ ചിരി ഡോക്ടർ ജെറിൻ ഡേവിസ്. ഒന്ന് കൂളാവൂ ഡോക്ടറെ. ആൻസർ മീ. ഒരു കാര്യമില്ലാതെ എന്തിനെന്നെ വെറുതെ വിളിപ്പിക്കുന്നത്? ഒരു കാര്യവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ സാക്ഷി. ഒരു സീനാണെന്ന് പോലും നോക്കാതെ സാക്ഷി കിടന്ന് സംസാരിക്കും. ഓ, അതിനിപ്പോ എന്താ? സാക്ഷി, യെസ്. ഇതല്ലേ ഫേവറേറ്റ്? ഡോക്ടർ ജെറിൻ ഡേവിസ് കോഫി കുടിച്ചിരുന്നോ? എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാത്തതുകൊണ്ട് ഐ എം ടേക്ക് മൈ ലീവ് നൗ. ഒന്ന് നിന്നേ ഡോക്ടറെ. യെസ്. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഞാൻ സ്പെഷ്യലായിട്ട് ഡോക്ടറിന് വേണ്ടി റെഡിയാക്കിയ കോഫിയാ, കുടിച്ചിട്ട് പോയാൽ പോരെ? എനിക്ക് വേണ്ടിയോ? പിന്നെ പോയേക്കാം. ഇങ്ങയുടെ കോഫി ആർക്ക് വേണം? സാക്ഷി, ജാട എടുത്തു പോയാൽ കോഫി കിട്ടത്തില്ല. എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാം. ആ, താങ്ക്സ്. പൊതുവെ കോഫി ഇഷ്ടമില്ലാത്ത ആൾക്ക് ഇത് മാത്രം എന്താ സ്പെഷ്യൽ? മേ ബി ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, ഓർ സ്മെൽ. എന്തോ വേറൊരു കോഫിയും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചിലതങ്ങനെയാ, നമുക്ക് സ്പെഷ്യലായിട്ടൊരു അട്രാക്ഷൻ തോന്നും. അത് ശരിയാ. പൊതുവെ ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത് കിട്ടത്തില്ല. ഫസ്റ്റ് ടൈം ഞാനിത് കുടിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ്, സ്മെൽ, ഫ്ലേവർ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ്. മേ ബി അതെനിക്ക് മാത്രമായിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണോ? എനിക്ക് പിന്നെ ട്രൈ ചെയ്തൂടെ? പുറത്ത് പോയി കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് അല്ലേ ഡോക്ടറെ? ഡോക്ടർ, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്ന് പറഞ്ഞ് ഐ എം എ ഡോക്ടർ, ഓൾസോ ആൻ ഓർത്തോപീഡിക്. ഒരു കോഫി അഫോർഡ് ചെയ്യാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഏയ്, ഡോക്ടറിനെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി മെൻഷൻ ചെയ്തതല്ല. ഡോക്ടർ മനസ്സുകൊണ്ട് അത്ര ഇഷ്ടപ്പെടുന്ന ആ കോഫി സ്വയം അതിൻ്റെ എല്ലാ ചേരുവകളോടും കൂടി ട്രൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് അതിന് കിട്ടുന്ന റിസൾട്ട്, ആ ഫീൽ, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അതൊന്നും കുക്ക് ചെയ്യാൻ എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ഒന്നും ട്രൈ ചെയ്തിട്ടേ ഇല്ല. ഇനി എങ്ങാനും ട്രൈ ചെയ്തിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആവുമെന്നുള്ള ടെൻഷനാണോ? ചില കാര്യങ്ങൾ ട്രൈ ചെയ്താലല്ലേ സക്സസ് ആകുമോ ഫെയിൽ ആകുമോ എന്നറിയാൻ പറ്റൂ. ഐ തിങ്ക് വീണ്ടും ട്രൈ ചെയ്താൽ അതിനോടുള്ള സ്നേഹവും മധുരവും കൂടി വരും. ബട്ട് ട്രൈ ചെയ്യാനുള്ളൊരു ധൈര്യം കൂടി വേണം. ധൈര്യക്കുറവൊന്നുമില്ല ട്രൈ ചെയ്യാൻ. എനിവേ, താങ്ക്സ് ഡോക്ടർ. എത്ര നേരമായിടോ ഞാൻ ഇവിടെ നിൽക്കുന്നേ? താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തത്. മെഡിസിൻ എല്ലാം കിട്ടിയോ? ഇല്ല, ഒരെണ്ണം കൂടി കിട്ടാനുണ്ട്. ഏതാ? എവിടെ കിട്ടും? നിക്കേ, ഞാൻ എഴുതിത്തരാം. ഈ കടതല കുത്തിക്കഴിഞ്ഞാൽ അത് മാറാനുള്ള മരുന്നാ. എവിടെ കിട്ടുമെന്നറിയത്തില്ല. ഷട്ടപ്പ്. ഇനി നീ കാറിലിരുന്ന് മിണ്ടിയാ? ഡേ, കാറ് തൻ്റെ ആയിരിക്കും, പക്ഷേ ഈ വാ എൻ്റെയാ. എന്നെ ഭരിക്കാനെങ്ങനെ വന്നാ മര്യാദയ്ക്ക് എന്നെ തൻ്റെ മമ്മിയുടെ അടുത്തെത്തിച്ചോണം. അല്ല പിന്നെ. എന്തായി അലക്സി? സാർ, ജാസ്പർ സാർ പോകുന്ന എല്ലാ ബാറിലും ക്ലബിലും ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ അവിടെയൊന്നും എത്തിയിട്ടില്ല. ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ സാർ. Don't get upset. Will you shut up? എൻ്റെ അനിയനാ, അവൻ്റെ ജീവന് ആപത്ത് വരുന്നു എന്നറിഞ്ഞ. ലൂക്ക, നമ്മുടെ ഫോഴ്സ് എല്ലായിടത്തും അലേർട്ട് ആയിട്ടുണ്ട്. ജാസ്പറിന് ഒന്നും സംഭവിക്കില്ല. എന്തുവാടി ഇത്? കുറെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ.
എടി എന്താടി നീ ചെയ്യാൻ പോണേ? എന്താടി ഇത്? അതൊക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്. ഇത് എൻ്റെ പൊന്നെ, നിനക്ക് വേണം നമുക്ക് പുറത്തു പോയി കുടിക്കാടി, വെറുതെ കുളവാക്കണോ? ദേ മാധു, ലിസൺ. നമുക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ്, ദെൻ ട്രൈ ചെയ്യാനുള്ളൊരു മനസ്സും. പാളിപ്പോയാൽ ആദ്യം ട്രൈ ചെയ്താലല്ലേ സക്സസ് ആകോ ഫെയിൽ ആകോ എന്നറിയാൻ പറ്റൂ. നെഗറ്റീവ് ആക്കല്ലേ. അല്ല, ഇതെന്ത് പറ്റിയതാ? കാര്യമായിട്ട് എന്തോ പറ്റിയല്ലോ. എന്ത് പടി മുഖത്തൊരു കള്ളത്തരം? എന്തോന്ന്? ഇവളെന്തായാലും പൊക്കും, പറഞ്ഞേക്കാം. എന്തേലും ചെയ്, വായ വെക്കാൻ കൊള്ളുമെങ്കിൽ ഞാൻ കുടിക്കാം. മാധു, എടി അത് ജെറിൻ ഡോക്ടർ പറഞ്ഞിട്ടാ. എന്നെ അഴിച്ചുവിടാൻ നടന്നു ജാസ്പരങ്ങളെ, വെറുതെ അങ്ങനെ വിടാനല്ലല്ലോ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടിയത്. ആരാടാ നീ? എന്തിനാ എന്നെ ഇങ്ങനെ? പറയാലോ, പറഞ്ഞിട്ടേ വിടൂ. എങ്കിൽ പറ, ആരാ നീ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ എൻസോ അലക്സാൻഡ്രോ, തെക്കേനിയോ സിസിലിയൻ ഫാമിലി. എൻസോ? ഞാൻ? കൺഫ്യൂഷൻ വേണ്ടെങ്കിലേ കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ ജെറിൻ, ഡോക്ടർ ജെറിൻ ഡേവിസ്. The danger gets me high, can't help myself, got secrets I can't tell. I love the smell of gasoline, I like the match that tastes the heat. I've always liked to play with fire. നീ ഇത്രയും മണ്ടിയാണോ സാക്ഷി? കോഫി ഉണ്ടാക്കാൻ സാധനം വാങ്ങിയിട്ട് വന്നേക്കുവാ. എന്തുവാ മാധു? എൻ്റെ പൊന്നെ, എടി ചേച്ചി സാക്ഷി, ഡോക്ടർ പറഞ്ഞ കോഫി എന്താണെന്ന് അറിയാവോ? അത് നീ തന്നെയാ. ഡോക്ടർ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചോ, അതെല്ലാം നീ തന്നെ നിന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. ഓ എടി, അത് നീ തന്നെയാണെന്ന്. ഒരു കാര്യം ചെയ്യ്, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്തേ, എന്നിട്ട് ആ കോഫിയുടെ സ്ഥാനത്ത് നീ തന്നെ നിന്നെ ഒന്ന് സങ്കല്പിച്ചേ. അതെങ്ങനെ? ഒരതുമില്ല, അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങേർക്കുള്ള ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അത് മനസ്സിലാക്കാത്ത മണ്ടി പൊട്ടി ഇവിടെ വന്ന് കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒന്നെങ്കിൽ നാളെ പോയിട്ട് നേരിട്ട് ചോദിക്കുക. നീ വേണ ഒരു വളഞ്ഞ വഴിയൊക്കെ നോക്കിക്കോ. അത് എടി, അല്ലെങ്കിൽ ഒരു കോഫി ഉണ്ടാക്കാൻ എന്തിനാടി ഇതിന് മാത്രം ധൈര്യവും സ്നേഹവും? ഓ, വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? ജെറി, ജെറി, നീ എങ്ങനെ അലക്സാൻഡ്രോ? ഹൗ? യെസ്, ഡൗട്ട് ഉണ്ടാകുമെങ്കിലേ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പോൾ ജാസ്പർ ബെഞ്ചമിൻ്റെ ന്യൂറോ സിസ്റ്റത്തിൽ 100+ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, റൈറ്റ്? നോൺ പ്രൊയോക് പാർട്ടി. നീ കുഞ്ഞു ബേബിയെ പോലെ ഇങ്ങനെ കിടന്ന് കരയാതെ അങ്കിൾ. ഇതൊക്കെ അങ്ങനെ സിമ്പിളല്ലേ? ഒരു സ്റ്റോറി പറയാം അങ്കിളെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കുട്ടി, പപ്പയുടെയും മമ്മിയുടെയും പ്രൗഡ് സൺ, 12 വയസ്സ് വരെ
അവൻ്റെ ദൈവം എല്ലാ സന്തോഷങ്ങളും കൊടുത്തു. ബട്ട് ഫെയ്റ്റ് 12-ാം വയസ്സ് വരെ ഉണ്ടായിരുന്ന ആ ഹാപ്പിനെസ് അവൻ എന്നേക്കുമായി നഷ്ടമായി. നോ, നഷ്ടപ്പെടുത്തി നീ. ജെറിൻ, യെസ്, ജെറിൻ ഡേവിസ്. എസ്തർ, മൈ മാം. എസ്തർ. ഐ നോ യു നെവർ ഫൊഗറ്റ് ദാറ്റ്. അന്ന് ആദ്യമായി എൻ്റെ പപ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. എന്നെ ചിരിപ്പിക്കാൻ പഠിപ്പിച്ച ആ മുഖം ചലനമില്ലാതെ കിടക്കുന്നത് ഞാൻ കണ്ടു. എസ്തർ, യെസ്, നീ കാരണം ജീവൻ നഷ്ടപ്പെട്ട എൻ്റെ മകൻ. Zio mio, sono sempre pronto a dimostrarti la mia lealtà. പക്ഷേ അവിടെയാണ് നിനക്ക് നിന്റെ ചേട്ടന് തെറ്റുപറ്റിയത്. ജെറമിയ അലക്സാൻഡ്രോ എങ്ങനെ എസ്തറായി? സി la regina della famiglia siciliana. ജെറൻമിയ. ഇപ്പോൾ ജെറിൻ ഡേവിസ് എങ്ങനെയാണ് എൻസോ അലക്സാൻഡ്രോ ആയതെന്ന് മനസ്സിലായി കാണുമല്ലോ മിസ്റ്റർ ജാസ്പർ ബെഞ്ചമിൻ. യു നോ ജാസ്പർ, എൻ്റെ പപ്പ അറിയാതെ പോയ 2 സീക്രറ്റ്സ് എൻ്റെ മനസ്സിലുണ്ട്. നാളെ നിൻ്റെ ബോഡിയിൽ റീത്ത് വയ്ക്കുമ്പോൾ അതെൻ്റെ പപ്പ അറിയും. 1, എൻ്റെ മമ്മി മരിച്ചത്. 2, എൻ്റെ പപ്പ മരിച്ചത്. വിശ്വസ്തൻ്റെ മുഖംമൂടി അണിഞ്ഞ് കുടിച്ച വെള്ളത്തിൽ വിഷം ചേർത്ത് കാറിലേക്ക് കയറ്റി വിടുമ്പോൾ നിന്റെ മുമ്പിൽ തെളിഞ്ഞ എൻ്റെ പപ്പയുടെ മരണവേദന ഇന്ന് ഞാൻ നിന്നെ അറിയിക്കാൻ പോവാം മിസ്റ്റർ ജാസ്പർ ബെഞ്ചമിൻ. വേണ്ട, വേണ്ട. നോ. സംടൈംസ് ജീവൻ എടുക്കാനും ജീവൻ രക്ഷിക്കാനും ഇതുപയോഗിക്കുന്നത് എന്ത് ത്രില്ലിംഗ് ആണെന്നറിയാമോ? നിനക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുന്നതിലും മുകളിലാടാ എൻ്റെ സ്ഥാനം. നാളെ ചോദിക്കണം. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ മണ്ടിയാന്ന് വിചാരിച്ചു കാണും. വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഇനിയെന്തോ മര്യാദയ്ക്കൊന്നും ഇഷ്ടമെന്ന് പറഞ്ഞാൽ വട്ട് പിടിക്കുന്നു. ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കുമോ? മാത് പറഞ്ഞ എന്തായാലും തെറ്റിപ്പോകത്തില്ല. പെട്ടെന്നൊന്ന് നാളെ ആകുമായിരുന്നെങ്കിൽ. ഡോക്ടർ ജെറിൻ ഡേവിസ്. എവിടെയായിരുന്നു? ഡോക്ടറോ? എനിക്ക് കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു, അത് ചെയ്യുമായിരുന്നു. എന്താ ഓഫീസ് വർക്കാ? യാ, മാഡത്തിന് ന്യൂസിലാൻഡിൽ ഓഫീസുണ്ട്. അവിടുത്തെ വർക്ക്സൊക്കെ ഞാൻ ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. ഓ വാവ്, ന്യൂസിലാൻഡ്. എൻ്റെയും ഒരു ഡ്രീമാണ് അവിടേക്ക് ഒന്ന് പോകണമെന്ന്. കൂൾ. ഐസിൻ്റെ ഫാമിലിയൊക്കെ സിമ്പിൾ അല്ലേ? ഐസൊക്കെ ഒന്ന് നീട്ടി വിളിക്കുന്നതിലും നല്ലതല്ലേ? ഫാമിലിയൊക്കെ നാട്ടിൽ തന്നെയാ. പിന്നെ മാഡം വിളിക്കുന്നുണ്ട്. ആണോ? ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. ബൈ ഐസോ, പിന്നെ കാണാട്ടോ. ഈസ്റ്റർ മാഡം, ജെസ്സി മാഡം ചർച്ചിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ? ഐസക്, അതിനെന്താ, പോയിക്കോ. ഓക്കെ മാഡം. രണ്ടുപേരെ നിർത്തണോ? ഏയ് നോ, ജയ് ഇപ്പോൾ വരുമല്ലോ. വേണ്ട ഐസക്, നിങ്ങൾ പോയിക്കോ. ഓക്കെ മാഡം. പ്ലീസ് ഐസക്, ഈ മാഡം ഒന്ന് വിളിക്കരുതെന്നല്ലേ ഇതിനോടൊക്കെ എത്ര വട്ടം എന്നോട് പറഞ്ഞിരിക്കുന്നു ഈസ്റ്റർ മാഡം. ശീലമായി പോയില്ലേ? ശരി, ഞാൻ പോട്ടെ. ഓക്കെ. ഞാനന്ന് പോകാതിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ.
ഇറ്റ്സ് ഓവർ പപ്പ. ജെറിൻ ഡേവിസ് എന്ന ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവാൻ ആരംഭിക്കുന്നു. Chi è morto? Se tutto finisce? Sì, è finita. Devo venire come figlio da mia figlia, non di Davis. Lasciando tutte le spalle non si parto né indietro. Sì, lo chiamerò e lo farò sapere. Sì. താങ്ക് യു മിസ്റ്റർ അനോക്. താങ്ക് യു സോ മച്ച്. It's pleasure to meet you, Dr. Jerry. Of course, we will meet you again. Zì, pronto? Salve, come stai? Bene, grazie. E tu? Molto bene, Enzo. Enzo, lo sapevo vedere mio padre. Hai una bella proposta di matrimonio in corso qui. Una ragazza della nostra famiglia. Nozze. Però non lascerò niente dietro di me. Niente. Sì, Ti chiamerò più tardi. sì. ഡോക്ടർ ജെറിൻ ഡേവിസ്, മേ ഐ കം ഇൻ? ഡോക്ടർ ജെറിൻ, അകത്തേക്ക് വന്നോട്ടെ എന്ന്. Get out. I say get out. ഹലോ. ഡോക്ടർ മധു, ഇന്നൊരു 7:30 ആകുമ്പം വീട്ടിലേക്ക് വരണം. വീട്ടിലേക്ക് വൈ? മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു VIP പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് കളക്ട് ചെയ്യാൻ 7:30 ആകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരണം. ഷാർപ്പ് 7:30. ഓക്കെ? ഓക്കെ ഓക്കെ. അന്യാസയോ? ഞാൻ അന്നേരം പറഞ്ഞേ നാളെ വന്ന് വാങ്ങിക്കാമെന്ന്. ഞാനൊരു കുത്തു വെച്ചുതരും കേട്ടോ തങ്കു. എന്നെ കുത്തിട്ടെന്ന കാര്യം? നിന്നോട് 7:30 വരാനല്ലേ പറഞ്ഞേ? എന്തായാലും വന്നല്ലോ, വാങ്ങിച്ചിട്ട് പോയാൽ മതി. Hai una bella proposta di matrimonio in corso. Una ragazza della famiglia. Marriage. 안녕하세요. 저는 의사 마두입니다. 네, 어서 오세요.
സാമിത, ഡോക്ടർ എവിടാന്ന് ചോദിക്കും മാധു. നിങ്ങൾ മലയാളി കുട്ടികളല്ലേ? ആ ഡോക്ടറുമാൻ പറഞ്ഞായിരുന്നു. പക്ഷെ 7:30 അല്ലേ പറഞ്ഞത്? യാ ആക്ച്വലി ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. ഡോക്ടറുമാൻ മുകളില. മാധു നീ ചെല്ലേ, ഞാനിവിടെ നിൽക്കാം. അയ്യടാ മോളെ, ഇതുവരെ വന്നെങ്കിൽ നിന്നെ മേളോട്ട് കൊണ്ടുപോകാനും എനിക്കറിയാം. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ. മാധു, Dark, without you. You know how much I love you, Isra. I can't breathe without you. അന്ന് എന്നോട് നോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. Why did you come into my life? അതുകൊണ്ടല്ലേ. ജയ്, എന്നും ഇങ്ങനെ ഉറക്കമില്ലാതെ എൻ്റെ മുഖം നോക്കിയിരുന്ന എനിക്ക് സങ്കടമാവും. നിൻ്റെ ജീവിതത്തിൽ അടഞ്ഞൊരു അധ്യായത്തെക്കുറിച്ച് ഓർത്ത് നീ ഇങ്ങനെ വേദനിക്കരുത് ചെയ്യും. ജസ്റ്റ് മൂവ് ഓൺ. ഐ ആം ഹോൾഡിങ് മൈ ഹോൾ വേൾഡ്. നീ ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളായി ചെയ്യും. നമ്മുടെ ബേബി അവനിവിടെ ഹാപ്പിയാവും. ഒന്ന് ചിരിക്ക് ചെയ്. ചെയ് ചെയ് ചെയ്. Isra. Isra. ജയ്, നീ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബേബി വന്നു കഴിയുമ്പോൾ ഒരു വലിയ വാളിൽ നമ്മുടെ 3 പേരുടെ ഫോട്ടോ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതി വെക്കണം. Fixed. ഈ ചിരി എന്ന മായ തന്നെയുള്ളത് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ചോദിക്കാതൊക്കെ കയറി ചെന്നാൽ മോശമല്ലേടി? നമ്മളതിനെ ആരുടെയും മോഷ്ടിക്കാനൊന്നും വന്നല്ലോ. ആ പെൺപിള്ളോട് ചോദിച്ചിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് കയറി വന്നത്. ഓ, ഒന്ന് പതുക്കെ പറ പന്നെ. ഡോക്ടർ. ഓ, ഡോക്ടർ തങ്കു, നമ്മൾ റോങ് ടൈമിലാണ് വന്നത്. അപ്പൊ കുടിയുണ്ടല്ലേ? നമുക്ക് പോയേക്കാടി. വെറുതെ അല്ല 7:30 ആകുമ്പോൾ തന്നെ വരണമെന്ന് പറഞ്ഞത്. 8 മണിയാകുമ്പം കലാപരിപാടി തുടങ്ങണ്ടേ? അപ്പം നിനക്ക് ഡീറ്റെയിൽ വാങ്ങണ്ടേ? മാധു, നീ അങ്ങോട്ട് നോക്ക്. കൈ അങ്ങനെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിലും കിട്ടിയില്ല. പകരം ഒരു നല്ല ഒന്നാന്തരം VIP പേഷ്യൻറ്റിനെ കിട്ടി. മക്കളെ, ചേച്ചി പോയി കിടന്നോ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അതുമാത്രമല്ല. ചേച്ചിയുടെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. ആ കിടക്കുന്ന അങ്ങേരെക്കാളും വലിയ നിധി ഇവിടെ ഒന്നുമില്ല. പിന്നെ ഞാനൊരു ഡോക്ടറാണ്. ജെറിൻ ഡോക്ടർ ഇപ്പം എൻ്റെ ഒരു പേഷ്യൻ്റ്. അത്ര ഓർത്താൽ മതി. ഞാൻ അങ്ങനൊന്നുമല്ല. ചേച്ചി വെക്കോ, ഞാൻ നോക്കിക്കോളാം. ഏത് ഞാൻ? അതിനങ്ങർക്ക് എല്ലിനൊരു കുഴപ്പമില്ലല്ലോ. ഉണ്ടോ സാക്ഷി? നീ കുത്തിയിരുന്ന് നോക്കാൻ അങ്ങർക്ക് തലയ്ക്ക് ഒരു കുഴപ്പമില്ല. ചേർത്ത് പിടിക്കണമെന്നുണ്ട്, പക്ഷെ അതിന് പോലും സാധിക്കുന്നില്ല. എൻ്റെ അല്ലല്ലോ. ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. എന്തു തന്നെയായാലും ഇങ്ങനെയാണോ നേരിടുന്നത്? അനാഥത്വത്തിൻ്റെ വേദന എനിക്കും അറിയാം. പേരിനുണ്ടെന്ന് പറഞ്ഞാലും അത് അനാഥത്വം തന്നെയാണ്. ഈ പ്രശ്നങ്ങളുടെ എല്ലാ ഇടയിലും ഞാനും കൂടി. ഐ എം സോറി. ഇനി ഞാൻ വരില്ല.
ഉം. ഉം. ആ, സാക്ഷി, നീ എന്താ ഇവിടെ? അത് ട്രെയിൻ. ഈശ്വര. ആ, ഉം. ആൻറ്റി, ഇതാരാ? ആരാ ഇത് ചെയ്തേ? അത് മോനെ, ഇയാളിതുവരെ എഴുന്നേറ്റില്ലേ? ഒരു ഡോക്ടർ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താ ഈ കോഫി? അത് മോനെ, അതിലൊരു ഡോക്ടർ വന്ന് പറഞ്ഞിട്ടാ. സാക്ഷി. ആ ശരി ആൻറ്റി, ഞാൻ താഴോട്ട് വരാം. മാം, മാം, ഒരു കാര്യം. എൻ്റെ അനിയനെ കൊന്നിട്ട് ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ താങ്ങും തണലുമായിരുന്നു അവൻ. അവനെ ഇല്ലാതാക്കി ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ആദ്യം ജയ്യും ലിയാനയും തമ്മിലുള്ള മാരേജിന് മുമ്പ് തന്നെ എല്ലാ തടസ്സങ്ങളും തുടച്ച് നീക്കണം. ജോൺ പോൾ ഇല്ലാതായതുകൊണ്ട് സ്വത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തടസ്സം ഉണ്ടാവില്ല. ഫസ്റ്റ് ആ ഡോക്ടർ പെണ്ണ, പിന്നെ ജെസ്സി, പിന്നെ നീ പറഞ്ഞതുപോലെ ജെറിൻ. സ്വത്ത് മുഴുവൻ എൻ്റെ കയ്യിലെത്തിയ അവസാനം ജയ്, അവനെയും തീർക്കണം. പിന്നെ ലിയാനെ കൊല്ലാൻ നമുക്ക് വേറെ തടസ്സങ്ങളുണ്ടാവില്ല. ഞങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ആ പെൺകുട്ടി, അവൾക്കൊന്നും സംഭവിക്കരുത്. ഞാൻ വേണ്ടത് ചെയ്തോളാം. എനിക്ക് നിന്നെ അത്യാവശ്യമായി കാണണം ഇന്ന് വൈകിട്ട്. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വൈകിട്ടോ? ഓക്കെ മാം, ഞാൻ വരാം. Hello, Dr. Madhu. How is going? ഇറ്റ്സ് ഗോയിങ് വെൽ. Good. ആ ജെറിൻ, നീ ബ്രാഞ്ചിലേക്കാണോ? ആ റിനി, അല്ലല്ല, ഞാൻ വീട്ടിലേക്കാ. ഓ ഓക്കെ. ആ മാധു പോയില്ലായിരുന്നോ? നോ ഡോക്ടർ, പോവാൻ ഇറങ്ങുക. ആ ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യ്, താഴെ പാർക്കിംഗ് ഏരിയ വെയിറ്റ് ചെയ്യ്. എന്തായാലും ഞാൻ വഴിക്കല്ലേ. ഏയ് ഇറ്റ്സ് ഓക്കെ ഡോക്ടർ, സാക്ഷിയുണ്ട് കൂടെ. ആ സാക്ഷി എവിടെ? ആ അവൾ താഴെ പാർക്കിംഗ് ഏരിയയിലുണ്ട്. രണ്ടുപേരും വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. ആ അപ്പാർട്ട്മെന്റും ജെറിന്റെ വീടും അടുത്തടുത്തല്ലേ? ഓപ്പർച്യൂണിറ്റി കളയണ്ട. ചെല്ലും മാധു. എന്നെ ഇത്രയും താമസിച്ചേ? ആ ഒരു സീറ്റ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. നീ ഇവിടെ നിൽക്ക്, ജെറിൻ ഡോക്ടർ കാർ കൊണ്ട് വരും. പിന്നെ ഒരു കാര്യം മറന്നു, എനിക്ക് ആ മേഡത്തിൻ്റെ വീട്ടിൽ പോകണം. നീ ഒരു കാര്യം ചെയ്യ്, ഡോക്ടറിൻ്റെ കാറിന് കയറിയിട്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് വെക്കോ. എന്തുവാ, ഡോക്ടറിൻ്റെ കാറിനോ? വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. ആടി ചെല്ല്, ഡോക്ടർ പറഞ്ഞിട്ടാ. ഇപ്പം കാറും കൊണ്ട് വരും. ഓ ശരി, നീ പൊക്കോ, ഞാൻ പൊക്കോളാം. ഒന്ന് കയറി ഇറങ്ങിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് അടുത്തത്. ഓക്കെ ബൈ.
ചേച്ചി. ഹലോ അച്ഛാ. ഹോസ്പിറ്റലിലാണോ? അച്ഛാ, അമ്മ അടുത്തുണ്ടോ? വേണ്ട, അച്ഛൻ അങ്ങോട്ട് മാറി നിൽക്കുമോ? സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നേ. നൗ ഇറ്റ്സ് ഫൈൻ. ഡീപ്പായിട്ടുള്ള ഫ്രാക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്ലഡ് കുറച്ച് ലോസ് ആയിരുന്നു. ഒരു സ്മോൾ ഇൻറ്റേർണൽ ഫ്രാക്ചർ. നൗ ഷി വിൽ ബി ഓൾ റൈറ്റ്. താങ്ക് യു. ഞാനൊരു അരമണിക്കൂറിനുള്ളിലെത്തും. പിന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് എപ്പോഴും ഒരാളുണ്ടാവണം. ഓക്കെ? ഷുവർ ഡോക്ടർ. മാധു സാക്ഷിക്കിപ്പോൾ ചേച്ചി. ഇറ്റ്സ് ഓക്കെ. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോണ്ട് വറി. മാധു മോളെ. മാധു മോൾ എൻ്റെ കൂടെ വാ. മാധു മോളെ, സോറി. വീട്ടിൽ പറഞ്ഞോ? മാധു സോറി. എന്തിനാണ് നല്ല ചോദ്യം? സാക്ഷിയുടെ ഈ അവസ്ഥയ്ക്ക് അതൊരു ആക്സിഡൻ്റ് അല്ല. ആക്സിഡൻ്റ് അല്ലേ? എന്താ പറയുന്നത് മനസ്സിലായില്ല. നിനക്ക് പകരം നിൻ്റെ ചേച്ചിയായെന്ന് മാത്രം. അതാരാ ചെയ്തതെന്നും ചെയ്യിപ്പിച്ചതെന്നും എനിക്കറിയാം. എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം. പക്ഷേ ഈ സാഹചര്യത്തിൽ സാരമില്ല. എനിക്കറിയണം. എന്നോട് പറയാം. അതറിയണമെങ്കിൽ എൻ്റെ ഇസ്രമോളെക്കുറിച്ച് അറിയണം നീ. മിസ്റ്റർ ലൂക്ക, താൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയത്? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? ഏയ്, ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാനല്ല തന്നെ വിളിച്ചു വരുത്തിയത്. ഓക്കെ ലുക്ക്, കഴിഞ്ഞുപോയ ഓരോ മർഡറിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നില്ലേ? 3 കൊലപാതകത്തിലും യൂസ് ചെയ്തിരിക്കുന്നത് സർജിക്കൽ ബ്ലേഡാണ്. ഇറ്റ്സ് 3mm നമ്പർ 11 സ്കാൽപ്പൽ. ഓട്ടോപ്സി റിപ്പോർട്ടിൽ അത് വ്യക്തം. ബാക്കി 2 മർഡറും ഡിഫറെൻറ്റ് വേയിൽ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന നിലയിൽ തൻ്റെ മകൻ വരെ എൻ്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടും. എന്റെ മകൻ? It's not clear. I'm suspecting that possibility on this case. One thing, it's contract killing. ഹൗ ഇറ്റ്സ്? അതും ഒരു മാഫിയ ഗ്യാങ്ങിനെ വെച്ചിട്ട്? തനിക്കാണോടോ ശത്രുക്കളില്ലാത്തത്? സ്വന്തം മകൻ വരെ ശത്രുവല്ലേടോ? ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ... ലിസൺ ലൂക്ക, ഏറ്റെടുത്ത ജോലി ഇൻകംപ്ലീറ്റ് ആയി പോയ ചരിത്രം അവർക്കില്ല. ബിക്കോസ് ദേ ആർ ലാർജസ്റ്റ് ക്രിമിനൽ ഓർഗനൈസേഷൻ, ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ, മോസ്റ്റ് പവർഫുൾ, especially Cosa Nostra from Sicily. And the legendary name is Alexandro the Grecio. Now it's Enzo Alexandro. Shit. 1 minute, Luca. What? Okay, send. Mr. Luca, Enzo Alexandroയെ കുറിച്ചൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജെയ്യുടെ അച്ഛനാണ് വില്ലൻ. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ദൈവമേ, പക്ഷേ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ന്യൂസിലാൻഡ് ഡെഡ് ബോഡി ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. മിലിയാണോ അതോ
മീനാമ്മ പറഞ്ഞത് ഇതായിരുന്നു. ഇസ്ര. ഒരു കേസിൻ്റെ ആവശ്യത്തിന് ഇവിടെ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരിട്ട് തരാമെന്ന് തന്നെ വിചാരിച്ചു. ഇതാ സാർ ഒറിജിനൽ റിപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ഇനി എന്നാ റിട്ടേൺ? കുറച്ച് നാൾ കൂടി വന്നതല്ലേ, ഒന്ന് തങ്ങിയിട്ട് പോകണം. യാ, യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു സാർ. മോര് വയ്ക്കട്ടെ മനുവേട്ടാ? എന്നാ മനുവേട്ടാ, കാന്താരി ഉപ്പിലിട്ടുണ്ട്, ഇടട്ടെ? ഇന്നലെ ആ മോളമ്മ കൊണ്ട് തന്നതാ. അതല്ല രസം, അവളുടെ കുണുങ്ങിയുള്ള വരവ് കണ്ടപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നിയതാ. കാന്താരി തരാൻ വന്നവൾ അതങ്ങ് തന്നിട്ട് പോയാൽ പോരെ? അവൾക്ക് നമ്മുടെ പിള്ളേരെങ്ങനെ ഇരിക്കുന്ന, എങ്ങോട്ടൊക്കെ പോകുന്നു എല്ലാം അറിയണം. നമ്മളെ വിളിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ? അവളുടെയൊക്കെ പിള്ളേർ കണ്ട വഴിയെ പോയിട്ട് നമ്മുടെ പിള്ളേരോട് എന്തൊരു കൃമികടിയാ. എന്തുവാ അവളുമാരുടെയൊക്കെ പോയതിൻ്റെ പോലെ നമ്മുടെ പിള്ളേർ പോകുന്നില്ലല്ലോ. അത് തന്നെ നല്ലത് പറഞ്ഞ് ഞാൻ വിട്ടിട്ടുണ്ട്. കേട്ടോ മനുവേട്ട? മനുവേട്ട, ഞാൻ പറഞ്ഞത് കേട്ടോ? നിങ്ങളിതെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നേ. എന്തുവാ മീനെ? നിങ്ങൾക്കിതെന്തോ പറ്റിയ? കുറച്ച് ദിവസമല്ല തുടങ്ങിയിട്ട്? ഒന്നുമില്ലടി. ഈശ്വര, ഇത് അങ്ങയുടെ സൗണ്ടല്ലേ? മാതിനോട് സംസാരിക്കുന്ന അങ്ങേരാണോ? അങ്ങേര് ഇവിടെ വന്നോ? ദൈവമേ. ഓക്കെ മാധു. ഡോക്ടർ സാക്ഷി, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഫൈൻ. പക്ഷെ ഇങ്ങോട്ട് നോക്കിക്കേ ഡോക്ടറെ. സോറി, പ്ലീസ് എനിക്കൊന്ന് ഉറങ്ങണം. ഓക്കെ, റെസ്റ്റ് എടുത്തോ. സാക്ഷി, ഞാൻ പോവാം. ഓക്കെ, റെസ്റ്റ് എടുക്ക. പോകല്ലേ. നമുക്കൊന്ന് കണ്ടിട്ട് എത്ര ദിവസമായി. അടി പന്നെ, നിന്റെ ചാടയടി എല്ലാത്തിനും കാരണം. നോ, ഗെറ്റ് ഔട്ട് അടി ചാള. ഡോക്ടർ സാക്ഷി എന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് വന്നേക്കുന്ന കണ്ടില്ലേ? തങ്കുവിനെ കണ്ടോ? തങ്കു? അല്ല, സാക്ഷിയെ കണ്ടോ? അപ്പം ശരി മാധു. ഡോക്ടർ, ഞാൻ പറഞ്ഞ കാര്യം? ഡോണ്ട് വറി, ഐ ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. അവർക്ക് കിട്ടേണ്ട ശിക്ഷ അവർക്ക് തന്നെ കിട്ടും. അഴിച്ചു വിട്. ഞങ്ങളിനി ഉപദ്രവിക്കരുത്. നോ, ഉപദ്രവിക്കാനൊന്നുമല്ല, ജസ്റ്റ് വാർണിംഗ്. എൻ്റെ ജീവനെ തൊടാൻ നിനക്കൊക്കെ ആരാ പെർമിഷൻ തന്നത്? ഹൗ ഡോർ യു ടു ടച്ച് ഹർ? ഞങ്ങളെ കൊല്ലരുത്. No, it's mistake. മാർക്കോ? ഡോക്ടർ. ഞാൻ പറഞ്ഞില്ലേ മധു, ഓഫ് കോഴ്സ് ദേ ഗെറ്റ് വാട്ട് ദേ ഡിസേർവ്. എന്താ ജയ്? സാക്ഷിക്ക് ഷീസ് ഫൈൻ. സോറി, ഐ നോ, ഒരു സോറിയിൽ ഒരിക്കലും ഒതുങ്ങില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ ജയ്. സംസാരിച്ചത് തന്നെ വലിയ കാര്യം. ഞാൻ റോങ് ആയിട്ടല്ല പറഞ്ഞത്. മുഴുവൻ വിട്ട് പറഞ്ഞില്ലെങ്കിലും നിൻ്റെ മമ്മി കുറച്ചൊക്കെ പറഞ്ഞു. നീ എന്തായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ആയി? പക്ഷേ ജയ്, നിൻ്റെ വിഷമങ്ങളിങ്ങനെ മനസ്സിൽ നിറച്ചു വെച്ചാൽ കൂടുതൽ വേദനയിലേക്ക് പോകുന്നല്ലാതെ, ഐ മീൻ ഒരാളോടെങ്കിലും തുറന്നു പറഞ്ഞാൽ.
പറയുന്നുണ്ടല്ലോ, അറിയേണ്ട ആൾ എന്നും അറിയുന്നുമുണ്ട് എന്നും. ആ ഇസ്ര പിന്നെ മറ്റൊരാളോട് തുറന്നു പറയുന്നത്, ചില ദുഃഖങ്ങൾ അങ്ങനെയാണ് മാധു. പങ്കുവച്ച വില കുറഞ്ഞു പോകുന്നവർ അതെന്നും സ്വകാര്യതയിൽ സൂക്ഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും മനോഹരം. മേ ബി. ജെയ്ഡൻ ചോദിക്കുന്നത് ഫൂളിഷ്നെസ് ആണെന്നറിയില്ല, എന്നാലും എന്നെ കാണുമ്പോൾ അവളുടെ ഓർമ്മകൾ തിരിച്ചു വരാറുണ്ടോ? അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അൺഫോർച്ചുനേറ്റ്ലി ജയിലിസ്ര ഒരോർമ്മ മാത്രമല്ല മാധു, മൈ ഹാഫ്. ഐ നോ നിങ്ങളുടെ പ്രണയം. യെസ്, ഇസ്ര വേറെ, മാധു വേറെ. ജീഡൻ, യുവർ ഡാഡ് ഈസ് റിച്ച്, യുവർ മാം ഓൾസോ റിച്ച്. ബട്ട് ഹൗ? ഇസ്രയെ പോലെ ഒരാളെ എങ്ങനെ? ജെയ്ഡനെ സംബന്ധിച്ചിടത്തോളം എന്താ നിർത്തിയത്? എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും അവളുടെ ഒപ്പം ഒരു പടി മുകളിലെത്താൻ, എന്തിനും ഒപ്പം എത്താൻ പോലും എനിക്കിനിയും ആയിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ തുടക്കം പോലും ഞാൻ മനസ്സിലാക്കിയത് അവളെ കണ്ട ആ ദിവസത്തിൽ നിന്നായിരുന്നു. സംബന്ധിച്ചിടത്തോളം ഇസ്ര, ജെയ്ഡൻ എന്ന 2 പേരുകൾക്കിടയിൽ ആ ഒരു വാക്കിന് യാതൊരു പ്രസക്തിയുമില്ല മാധു. ഐ എം സോറി. മാറ്ററിലേക്ക് വരാം. ജെയ്ഡൻ അവളെപ്പോലെ ഇരിക്കുന്നു എന്ന പേരിലാണ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് എനിക്കെതിരെ ഉണ്ടായത്. അത് എൻ്റെ പാവം ചേച്ചിയുടെ മേലെ. ഞങ്ങൾ ഇനിയും എന്താ ചെയ്യേണ്ടത്? അവരെ പേടിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ജോബും കളഞ്ഞ് നാട്ടിൽ പോകണം, അതോ? മാധു, ഞങ്ങൾ കാരണമുണ്ടായത് ഞങ്ങൾ തന്നെ പരിഹരിക്കും. എൻ്റെ ഡാഡും അമ്മയോ ഇതിൽ ഇൻവോൾവ് അല്ല. ഇനിയും ഇങ്ങനൊരു അറ്റംപ്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല. ഐ പ്രോമിസ് യു. ഐ ട്രസ്റ്റ് യു. ജെയ്ഡൻ, ഒരു കാര്യം എനിക്ക് വ്യക്തമായി. നീ അന്നും എന്നും ഡീപ്പായി തന്നെ ഇസ്രയെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ നീ ഇസ്രനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്താ പിന്നെ ആ കുട്ടിയുമായിട്ട് മാരേജിന്? ഡാഡിന് വേണ്ടി. വാട്ട്? നിന്റെ മമ്മി പറഞ്ഞതനുസരിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എക്സ്ക്യൂസ് മീ ജെയ്ഡൻ, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മിനിറ്റ്. ഓക്കെ. യെസ്, ഡോക്ടർ മധു ഹിയർ. 31 years old female who fell down the stairs and came to the ER. CT? CT showed a fracture in the vertex of her skull. Okay. Condition? It looks like she damaged her superior sagittal sinus. I'm coming. സോറി ജെയ്ഡൻ, ഒരു എമർജൻസി ഉണ്ട്. ഓക്കെ. മാധു, Michael. സർ, അവർ തമ്മിൽ വീണ്ടും. പെണ്ണിനെ ഒറ്റ പുള്ളിൽ തീർക്കണം. സർ, അതെനിക്ക് വിട്ടേക്ക്. ജെയ്ഡൻ സാർ ഒന്ന് പോട്ടെ. ലൊക്കേഷൻ എവിടെ? മറൈന പാർക്ക്. അവിടെ വെച്ച് വേണ്ട. ഓക്കെ സർ, തീർത്തിട്ട് വിളിക്കാം. നിനക്കിവിടെ നിന്ന് മാറാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. ഓക്കെ സർ. നിന്റെ വിഷമങ്ങൾ ഇങ്ങനെ മനസ്സിൽ നിറച്ചു വെച്ചാൽ കൂടുതൽ വേദനയിലേക്ക് പോകുന്നല്ലാതെ, ഐ മീൻ ഒരാളുടെയെങ്കിലും തുറന്നു പറഞ്ഞാൽ.
ഇനി എന്നും എൻ്റെ മാത്രം സ്വകാര്യതയാണ്. അതിൽ കൈകടത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഓഫീസർ, നിങ്ങളുടെ മൂവ്മെൻ്റ് എന്താണ്? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അങ്കിൾ ഉൾപ്പെടെ 6 പേരാണ് 2 മാസത്തിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. നാളെ എനിക്കും ഡാഡിനും നേരെ ഇങ്ങനൊരു അറ്റാക്ക് ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? ഇതുവരെ ആൽബർട്ടിനെ കണ്ടെത്താൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മിസ്റ്റർ ജെയ്ഡൻ, ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ മർഡേഴ്സിനെ കുറിച്ചുള്ള പ്രഷർ കുറഞ്ഞത് തന്നെ ലൂക്കയ്ക്ക് നിലവിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ 6 കൊലപാതകത്തിലും നോ എവിഡൻസ്, നോ കൾപ്രിറ്റ്, നത്തിങ് എൽസ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിരുന്നത്, ഇറ്റ്സ് ഓർഗനൈസ്ഡ് പ്ലാൻഡ് അറ്റാക്ക്, വെരി ക്ലിയർ പ്ലാൻ. എസ് ജെയ്ഡൻ സാർ, ബെഞ്ചമിൻ സാറിനെ എയിം ചെയ്തുകൊണ്ട് മാത്രം നടക്കുന്ന ഗെയിം. യെസ്, ഓരോ മർഡേഴ്സിൻ്റെയും റൂട്ട് മാപ്പ് വെച്ച് ഞങ്ങൾ ഏകദേശ ധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ സംശയത്തിൻ്റെ നിഴലിൽ മാത്രം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന് തീർച്ചയായും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണം. Where is Jaren, doctor? ഓ ഗോഡ്, നോട്ട് കണക്റ്റഡ്. Where is the patient? ഡോക്ടർ ഹിയർ. Okay, come with OR. ലുക്ക്, 3 ബോഡികളിലും സർജിക്കൽ ബ്ലേഡ് യൂസ് ചെയ്തുണ്ടാക്കിയ കട്ടിങ്സിന്റെ കൗണ്ടിങ് 300 എബോ ആണ്. ബോഡിയുടെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. യെസ്, ഓരോ വെയിൻസും കൃത്യമായി അറിയുന്ന ഒരാൾ. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സർജൻ അല്ലാതെ മറ്റൊരാൾക്കും ഈ തരത്തിൽ ബോഡിയിൽ വെയിൻസ് കട്ട് ചെയ്യാനാവില്ല. ഓഫീസർ, നിങ്ങൾ കൃത്യമായി ഒരാളെ എയിം ചെയ്ത് പറയുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. യെസ്, ഡോക്ടറിനെ കണക്റ്റ് ആയി. Dr. Madhu here, 29 years old man. BP was over 110. Anesthesiologist? Right away, doctor. I'm coming. Start the procedure. Okay, doctor. Scalpel. Doctor, who is lead? Dr. Jerry. ഓഫ് കോഴ്സ്, ഡോക്ടർ ജെറിൻ ഡേവിസ്, ന്യൂറോ സർജൻ. No way. ജെയ്ഡൻ, തൻ്റെ വൈഫ് കൊല്ലപ്പെട്ടത് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ മർഡറിലും ജെറിൻ ഡേവിസിൻ്റെ പ്രസൻസ് ഉണ്ട്. അലക്സി ഒരു ഡൗട്ട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ആ വഴി അന്വേഷിച്ചത്. പക്ഷേ തെറ്റിയില്ല. മേ ബി കോൺട്രാക്ട് വിത്ത് സിസിലിയൻ ഫാമിലി. പക്ഷേ കൊറിയയിലുള്ള ഒരു ഡോക്ടർ എങ്ങനെ ഇറ്റാലിയൻ മാഫിയ ഗ്യാങ്ങിന് കോൺട്രാക്ട് കൊടുക്കും? അവരുടെ കണക്ഷൻ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ആദ്യം അറിയണം. അങ്ങനെ ഒരു സംശയം നിലനിർത്തിക്കൊണ്ട് അവനെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. തീർക്കണം. മിസ്റ്റർ ലൂക്ക, തൻ്റെ സഡനായിട്ടുള്ള ആക്ഷൻ അത് വേണ്ട. ഐ വാണ്ട് ടു സീ ഹിം. ഡോക്ടർ ജെറിൻ ഡേവിസ്. സർ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഹൈപ്പോതെർമിയ? That means? ദാറ്റ് മീൻസ്, ലുക്ക്, ഒരു മനുഷ്യന്റെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചില മെഡിക്കൽ കണ്ടീഷൻസിലോ അല്ലെങ്കിൽ അത്രയും ഫ്രീസിംഗ് ആയിട്ടുള്ളതിലോ മാത്രമായിരിക്കും അതിൽ നിന്ന് ലോ ആകുന്നത്. അഥവാ ലോ ആയാൽ ഹേർട്ടിലെ മസിൽസ് ടൈറ്റ് ആവുകയും ഓക്സിജൻ കിട്ടാതെ വരികയും ചെയ്യും. ആസ് എ കോൺസിക്വൻസസ് ദ ഫംഗ്ഷൻ ഓഫ് ബോഡി ടിഷ്യൂ ആൻഡ് ഓർഗൻ സ്റ്റോപ്പ് ആൻഡ് ഡെത്ത് ഒക്കേഴ്സ്. ബട്ട് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ തന്നെ ടെമ്പറേച്ചർ ഒരു 16 ഡിഗ്രി എങ്കിലും താഴെ പോകണം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. Don't worry. Nice, doctor. Nice work. Thank you. Send me your shis Noida. There. ജെറിൻ ഡോക്ടറിൻ്റെ അച്ഛനും അമ്മയും ക്യൂട്ട്.
സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് സർജിക്കൽ ബ്ലേഡ് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ബട്ട് ഒരു മനുഷ്യൻ്റെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കൃത്യമായി അറിയാൻ എന്തായാലും ഒരു സാധാരണക്കാരന് സാധിക്കില്ല, അല്ലേ ഡോക്ടർ? ഹാ, അത് തീർച്ചയായും ആ വ്യക്തിയുടെ ബ്രെയിൻ സിസ്റ്റം പോലെ ഇരിക്കും. യാ, ബുദ്ധിയും പൊസിഷനും കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ സിമ്പിൾ ആകുമല്ലോ. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു. ഐ ഹാവ് എ സം മീറ്റിംഗ്. ഓക്കെ, ഐ വാണ്ട് ടു നോ സം ഡീറ്റെയിൽസ്. ബ്രാഡ്, ലേവി, ജാസ്പർ, ഈ 3 പേരുടെയും കൊലപാതകത്തിന് പിന്നിലുള്ള ഡോക്ടർ ജെറിൻ്റെ പ്രസൻസ്. ബാക്കി 3 പേരായ സൈമൺ, നിക്കോളാസ്, മൈക്കിൾ, ഇവരുടെ മറ്റു രീതികളിലുള്ള ഡെത്ത് സ്പോട്ട്സ്. ഹൗ? ആൻഡ് ലാസ്റ്റ് വൺ, വാട്ട്സ് യുവർ കണക്ഷൻ ബിറ്റ്വീൻ എൻസോ, അലക്സാൻഡ്രോ? സ്ട്രേഞ്ച്. വാവ്, സോ ഫാസ്റ്റ് ഓഫീസർ. ഒരു ചെറിയ ബുക്ക് റെഫറൻസ് പറയാം. ലെസൺ. ഐ കാൺട്ട് സിങ്, പക്ഷേ ഞാനൊരു ചെയറിലിരുന്നു നിശബ്ദമായി പാടാൻ പ്രാക്ടീസ് ചെയ്തു. മോസ്റ്റ്ലി ഐ സാങ് ഹിംസ് ആൻഡ് ഹാപ്പി സോങ്സ്. എനിക്ക് അതെത്ര നന്നായി പാടാൻ കഴിയുമെന്ന് ഞാൻ ഇമാജിൻ ചെയ്തു. യെസ്, ഞാനത് ചെയ്തു കഴിഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഞാൻ റിലീസ്ഡ് മൈൻഡിലേക്ക് വന്നു. It surely did start me off the day minus the tension, and it's helped me go through the day in peaceful and relaxed manner. The power of positive thinking by Norman Vincent Peale. മിസ്റ്റർ ഓഫീസർ, അദ്ദേഹത്തിന് അതൊരു ദിവസമായിരുന്നെങ്കിൽ എനിക്ക് പല ദിവസങ്ങളായിരുന്നു. സോ നിങ്ങളിപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ്. ദാറ്റ് മീൻസ് ഇതെല്ലാം എൻ്റെ പ്ലാനിങ് തന്നെയാണ്. മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടൈം വേണ്ടി വരും. സോ ഇവിടെ ഇരുന്ന് ആലോചിക്കണമെങ്കിൽ ആയിക്കോളൂ. പോയിട്ട് എനിക്കൊരു അർജൻറ്റ് മീറ്റപ്പ് ഉണ്ട്. യു മീൻ? അത് തന്നെ. ഓഫീസർ, always the culprits will get caught by the God invisible fingerprint. Am I right? ആ ദൈവം കുറ്റവാളിയുടെ കൂടെ തന്നെയാണെങ്കിൽ ഈശ്വര, മീനാമ്മ എന്തോ ചെയ്യും? എടുക്കണ്ട. ഫുയിൻ, ചുവാ ഹംകെ ഹഷുസയോ? നോ. Oh, please come with me. ഓ, ഐ നോ, ഐ എം കമ്മിങ്. നാറി. മോളെ. ആൻറ്റി പ്ലീസ്, എനിക്ക് പോകണമായിരുന്നു. അത് ഡോക്ടർ മോനിപ്പോൾ വരും. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി മോളെ. പിന്നെ മോക്കിപ്പോൾ വേദനയോ മറ്റോ ഉണ്ടോ? പെയിൻ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. മോളെ, ഡോക്ടർ മോൻ വന്ന്. ഓ, എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണല്ലോ. സാക്ഷി, ഇരിക്ക. കഴിക്കുക.
ഉണ്ട്. ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയിരുന്നാൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. സാർ, എനിക്ക് പോകണം. സോ സാക്ഷി, പെയിൻ എങ്ങനെയുണ്ട്? നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇറ്റ്സ് ഓക്കെ, എനിക്ക് പോകണം പ്ലീസ്. സാക്ഷി, I want to talk to you. സാർ പ്ലീസ്, എനിക്കൊന്നും കേൾക്കാനും സംസാരിക്കാനും താല്പര്യമില്ല. ഒരു ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ നിങ്ങൾ ആളെ വിട്ടപ്പോൾ ഇവിടെ വന്നത്. മനുഷ്യരെ മനസ്സിലാക്കാനേ പറ്റില്ല. സാക്ഷി. യെസ് സാർ, ആക്സിഡൻറ്റിൻ്റെ പേരിലുള്ള സഹതാപമാണെങ്കിൽ വേണ്ട, സ്പെഷ്യൽ ഫുഡ്. സാർ, നിങ്ങൾക്ക് തോന്നുമ്പോൾ വെൽക്കം ചെയ്യാനും ഗെറ്റ് ഔട്ട് പറയാനും ഞാൻ... സാക്ഷി, നിനക്കിതെല്ലാം ഒരു ഫണ്ണായിട്ടാണോ തോന്നുന്നത്? വാവ്, റൈറ്റ്. ഇപ്പം ഞാനീ പറഞ്ഞതെല്ലാം ഡോക്ടർ ജെറിൻ ഡേവിസിന് ഫണ്ണായി തോന്നിയിരിക്കുമല്ലേ? എങ്കിൽ ഇനി ഞാനൊരു ഫാക്റ്റ് പറയട്ടെ. ഐ ലവ് യു. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഐ നോ, എൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് അല്ലാതെ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയതാ. നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഇഷ്ടം ഒരു കോമാളിത്തരമാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഓരോ തവണയും ഒഴിവായി പോയി. പക്ഷെ വീണ്ടും എന്തിനാ എന്നെ ഇങ്ങനെ കുത്തി നോപ്പിക്കുന്നേ? സാക്ഷി, പ്രതീക്ഷ തന്നിട്ട് അതിനർത്ഥമില്ലാതെ പോയാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ മുഖം മറ്റൊരു ലോകത്തിന് അവകാശപ്പെട്ടതാണ്. Even now, someone look at Jerin Davis is someone who's so confident, so resilient. But there is side of me, you know. Jerin Davis ആയി തന്നെ ജീവിക്കാൻ ഒന്ന് ആഗ്രഹിച്ചു പോയ നിമിഷങ്ങളാണിത്. കാരണം നേരത്തെ പറഞ്ഞ ഫാക്റ്റിന് പോസിറ്റീവായുള്ള മറുപടി നൽകാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം. കോഫിയുടെ കാര്യം പറഞ്ഞ പോലെ അവിടെ ഇവിടെയും തൊടാതെയുള്ള നിങ്ങളുടെ ഈ സംസാര രീതി എനിക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മനസ്സിലാകുന്ന രീതിയിൽ പറ. ചില കാര്യങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരുപാട് മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത് സാക്ഷി. മനസ്സിലാക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ആ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവൻ തന്നെ നിലനിർത്താനായേക്കും. അതെന്താ, നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ ആരെങ്കിലും കൊല്ലുമോ? വേണ്ട, പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഡോക്ടർ ജെറിൻ ഡേവിസ്, ഒരാളെക്കുറിച്ച് ഓർക്കാൻ അവരുടെ സമ്മതം നമുക്ക് വേണ്ട. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. മറിഞ്ഞിരുന്നായാലും ഞാൻ ഓർമ്മകളെ സ്നേഹിച്ചോളാം. ഐ നോ not everyone gets same ending and starting, but it's okay. Hello. What? Missing? Okay, I will come. തങ്കു, എടി ജെറിൻ ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റ് നെയിം എന്തായിരുന്നു? അറിയത്തില്ല. അതെന്നാ, നിനക്കറിയാമല്ലോ. നിന്റെ ഫസ്റ്റ് പേഷ്യൻ്റ് അല്ലായിരുന്നോ? പക്ഷേ എനിക്കറിയത്തില്ല. നീ ഒന്ന് പോയേ. നിനക്കിതെന്നാ പറ്റിയേ? എടി, അവളുമായിട്ടല്ലേ ജെയ്ഡൻ്റെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ. നീ പോയി കിടക്കാൻ നോക്ക്. നിനക്ക് പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? നീ എൻ്റെ അടുത്ത് ഒരുമാതിരി സ്വഭാവം കാണിക്കാൻ വന്നേക്കരുത് കേട്ടല്ലോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിനക്കാരോടാടി ഇത്ര ദേഷ്യം? നിന്റെ ദേഷ്യം നിന്റെ കയ്യിൽ വെച്ചാൽ മതി, എൻ്റെ അടുത്ത് എടുക്കണ്ട. ഞാനാ ചേച്ചി, അല്ലാതെ നീയല്ല. അവള് ദേഷ്യം കാണിക്കാൻ വന്നേക്കുന്നു. തങ്കു, എന്നെ കൂടുതൽ ഭരിക്കാൻ വന്നേക്കരുത്. തന്തയും തള്ളയും കൂടി വഷളാക്കി വെച്ചേക്കുമല്ലേ. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഒന്ന് പോയി തരാവോ? Dad,
പ്ലീസ്, ഇങ്ങനെ തളർന്നു പോയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ജെറിൻ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൻ കൂടെ നിന്ന് എന്നെ... ജേ, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നിന്റെ ഭാര്യയെ അവൻ... അപ്പോൾ ഡാഡിൻ്റെ ഇപ്പോഴുള്ള എല്ലാ തകർച്ചയ്ക്കും പിന്നിലും അവനായിരിക്കും. അവനും ആൽബർട്ടും തമ്മിലുള്ള ഗെയിമാണ് ഇത്. ഡാഡ് പ്ലീസ്, ഞാനില്ലേ കൂടെ? നോ ജേ, ഡാഡിനെ സഹിക്കുന്നില്ല. മോനെ, നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഹിസ്രയെ കൊല്ലാൻ ഏൽപ്പിച്ചത് ഡാഡാണെന്ന്? നിന്റെ മമ്മ പറഞ്ഞതെല്ലാം നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഇതെല്ലാം അവളുടെ പ്ലാനിങ് തന്നെയാ. ആ ഡോക്ടർ പെൺകുട്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവൾ തന്നെയാ. എന്നിട്ട് എല്ലാ കുറ്റങ്ങളും ഡാഡിൻ്റെ നേരെ ചുമത്തുന്നു. എല്ലാം എനിക്കറിയാം. ജയ് മോനെ, നീ മാത്രമേ ഉള്ളൂ ഡാഡിന്. ആ ഓഫീസർ പറഞ്ഞതുപോലെ ജെറിൻ ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ ഉറപ്പായും അവൻ തന്നെ എല്ലാത്തിനും കാരണം. കുടുംബം ഉൾപ്പെടെ നശിപ്പിക്കാനാ നിന്റെ ഭാര്യയെ വരെ അവൻ കൊന്നത്. തൽക്കാലം അറിഞ്ഞ വിവരങ്ങൾ ലൂക്കെ അറിയണ്ട. ആദ്യം എൻസോയും ജെറിനും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. യെസ് മാം, അവൻ സേഫാണ്. ഇല്ല, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ മാം. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എൻ്റെ മുഖം കാണുമ്പോഴല്ലേ ഇവക്ക് പ്രശ്നം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. തന്നെ ഇരുന്നോ അവിടെ. ഡോക്ടർ എന്താ ഇവിടെ ഇരിക്കുന്നത്? നത്തിങ്. ഒറ്റയ്ക്ക് അതുകൊണ്ട് ചോദിച്ചതാ, സിസ്റ്ററിനെ കണ്ടില്ല. പോകുന്നിടത്തെല്ലാം സിസ്റ്റർ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ. ഐസു എന്താ ഇവിടെ? വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. എങ്കിലും ഇവിടെ ഇരിക്ക. സിസ്റ്ററുമായിട്ട് എന്താ വഴക്കാണോ? അല്ല, നേരത്തെ അങ്ങനെ തോന്നി. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. അതൊക്കെ പെട്ടെന്ന് മാറില്ലേ? ഓ, അതൊക്കെ എനിക്കും അറിയാം. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. ഓക്കെ ഡോക്ടർ, എന്നാൽ ഞാൻ പോവാണ്. ഇപ്പൊ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, കുറച്ചു നേരം ക്യാഷ്വൽ ടോക്ക് ആകാലോ. എന്തോ മൂടൊന്ന് മാറിക്കിട്ടിയ പോലെ തോന്നുന്നു. സിസ്റ്ററിനിപ്പോൾ എങ്ങനെയുണ്ട്? അവളിപ്പോൾ ഓക്കെ ആയി. നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. ഓ, ഓക്കെ. ഐസുവിൻ്റെ വീട്ടില് ഡാഡിയും മമ്മിയൊക്കെ? അപ്പച്ചനും അമ്മച്ചിയൊക്കെ നാട്ടിൽ തന്നെയാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ. പിന്നെ ഒരു ഇച്ഛാനുള്ളത് കെട്ട് കഴിഞ്ഞു. ഓക്കെ. നാട്ടിൽ? ഇടുക്കി. ഓ, അപ്പോൾ ഈ മാഡത്തിൻ്റെ കൂടെ എത്ര വർഷമായി? 6 years. വാവ്. പിന്നെ വേറെന്താ? ഡോക്ടർ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? നോ. എന്നാ വാ, ഒരു കോഫി കുടിക്കാം. സോറി ഐസു, സീരിയസ്ലി ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെ വേറെ ആരും വാങ്ങി തരുന്നത് ഞാൻ കഴിക്കാറില്ല. എന്നാ വേണ്ട, ഡോക്ടർ എനിക്ക് വാങ്ങിത്താ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഹലോ, നീ... വെയിറ്റ് അങ്കിൾ, ഞാനും ചെറിയും ഒരുമിച്ചാണ് ഇതൊക്കെ നടത്തിയതെന്ന് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പാവം ചീടൻ ആകെ ഷോക്കായി കാണുമല്ലോ. അപ്പോ അലക്സി പറഞ്ഞതല്ല നീ? അലക്സിക്ക് എന്തറിയാം അങ്കിൾ? ചെറിൻ ഇന്ന് ആ ഓഫീസറിനോട് നല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്കിളിനോട് അയാൾ പറഞ്ഞില്ലേ? ഷോ, കഷ്ടം. മിസ്റ്റർ ലൂക്ക ബെഞ്ചമിൻ, നിങ്ങളുടെ അടിവേരുൾപ്പെടെ പിഴുതെറിഞ്ഞിട്ട് എനിക്ക് വിശ്രമമുള്ളൂ. ഈ ആൽബർട്ടിനെ നിങ്ങൾക്കറിയാലോ. പിന്നെ ഇനി ആകെയുള്ളൊരു ഡൗട്ട്, അല്ല 2 ഡൗട്ട്. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? 2. എൻസും അലക്സാൻഡ്രയും ഞങ്ങളും തമ്മിലുള്ള ബന്ധം. ഇതിനുള്ള ഉത്തരം വൈകാതെ തന്നെ നിങ്ങളുടെ മുമ്പിലെത്തും.
അപ്പോ ഗുഡ് ബൈ മിസ്റ്റർ അങ്കിൾ. ഞാൻ ചോദിച്ചതിന് ആൻസർ ഉണ്ടോ ഡോക്ടർ? കൃത്യമായൊരു ഉത്തരം തരാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല മാധു. പക്ഷേ ഇന്നലെ ഞാൻ സാക്ഷിയെ വീട്ടിൽ കൊണ്ടുപോയത് സഹതാപത്തിൻ്റെ പേരിലല്ല. ഒരു ബ്ലാക്ക് ഹോളിൽ അകപ്പെട്ടു പോയാൽ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ഒരാളുണ്ടാവുമെന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷയുടെ പേരാണ് സാക്ഷി. പക്ഷേ അതൊരു പ്രതീക്ഷ മാത്രമാണ്. അതേത് നിമിഷം വേണമെങ്കിലും ഇല്ലാതാവാം, അല്ലെങ്കിൽ അവർ ഇല്ലാതാക്കും. സഹതാപം അല്ലെങ്കിൽ പ്രണയം? അതല്ല, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനോടുള്ള കരുതൽ. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ഫുഡ് എന്തിനാ? അതവിടെ നിൽക്കട്ടെ. സാക്ഷി എങ്ങനെ ഡോക്ടറിൻ്റെ പ്രതീക്ഷയാവുന്നത്? അല്ല, ആയുസില്ലാത്ത പ്രതീക്ഷയാണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഡോക്ടറിന് മുന്നിൽ വലിയൊരു തടസ്സമുണ്ട് അല്ലേ? ഡോക്ടറിൻ്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്നൊരു തടസ്സം. സത്യം പറയാലോ ഡോക്ടർ, നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാ. ഒരു സ്കൾ ഓപ്പൺ ചെയ്യാൻ എത്ര ലെയർ കട്ട് ചെയ്യണോ അതേപോലെ നിങ്ങളുടെയൊക്കെ മനസ്സും. വാട്ട് എവർ, സാക്ഷിയായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുക. പക്ഷേ ഇനി അവളുടെ കണ്ണ് നിറയരുത്. അതിന് ഡോക്ടർ ഒരു കാരണമാവരുത്. മറ്റാർക്കും അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. സാക്ഷി എൻ്റെ സ്വന്തം സിസ്റ്ററല്ല, എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മോൾ. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു പോയതവളെ. അന്നോട്ട് ഇന്ന് വരെ അവൾ എൻ്റെ എല്ലാമാണ്. സോ പ്ലീസ്, ഡോക്ടറിന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷി ജഗൻ ആൻഡ് മാധു മനുകൃഷ്ണൻ. മാധു, എനിക്ക് സ്പെഷ്യൽ എന്ന് തോന്നുന്നത് സ്പെഷ്യൽ തന്നെയായിരിക്കും. സാക്ഷിയെപ്പറ്റി എനിക്കെല്ലാം അറിയാം, മാധു പറഞ്ഞതിനും അപ്പുറം. ഇന്നവൾ വേദനിക്കുന്നതുൾപ്പെടെ. മാധു, അവൾ അറിയാൻ പാടില്ലാത്ത, മറ്റാരും അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് മറികടന്ന് ഞാൻ എൻ്റെ മനസ്സ് തുറന്നു. നഷ്ടപ്പെടാൻ എനിക്കത് മാത്രമേ ഉള്ളൂ ബാക്കി. അത് ഞാൻ ഇല്ലാതാക്കണോ? മാധു, സോറി. നീ ഒന്ന് ചിരിക്കടി. ഇനി ഞാൻ അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കത്തില്ല. മാധു, നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതം പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്ത് കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ? ഒരു കണക്കിന് ഞങ്ങൾ രണ്ടുപേരും അനാഥര. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ ഡോക്ടർ ഇപ്പോൾ കാണിക്കുന്ന ചിരി പോലും പിന്നെ ഉണ്ടാവത്തില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമല്ലേ എൻ്റെ തള്ളയുടേത്. പക്ഷെ എൻ്റെ മീനാമ്മയുടെ അനിയത്തിയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഒരിക്കലും ഡോക്ടറിനെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. സാക്ഷിയെ നഷ്ടപ്പെടുത്താനും വയ്യ, ചേർത്ത് പിടിക്കാനും വയ്യ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആലോചിക്കാതെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ കഴിയണം ഡോക്ടർ. അത് രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാവുകയും വേണം. ഐ മീൻ, ഡോക്ടറിന് സാക്ഷി ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴല്ല, നേരത്തെ തന്നെ മനസ്സിലായതാ. എന്തായാലും ഞാൻ സാക്ഷിയോട് ഇതൊന്നും പറയാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പം അവൾ ഇതെല്ലാം തന്നെ മറന്നോളൂ. അവൾക്ക് ദോഷം വരുന്നത് ഡോക്ടറും ചെയ്യില്ലെന്നറിയാം. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. പിന്നെ ഒരു പടി മുന്നിൽ അവളെപ്പറ്റിയെല്ലാം അന്വേഷിച്ചറിയണമെങ്കിൽ ഡോക്ടറിൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എനിക്ക് ഊഹിക്കാം. പക്ഷേ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ഐ മീൻ, അല്ല, ഡോക്ടർ ഒരു ജെന്റിൽമാനാണെന്ന്. സംശയങ്ങൾ പല വിധത്തിലുണ്ടാവാം. കാരണം ക്യാഷ്, സ്റ്റാറ്റസ്, റെപ്യൂട്ടേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പലതും വിലയ്ക്ക് വാങ്ങാൻ കഴിയും. എന്നാൽ വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ചിലതുകൊണ്ട് അത് നമ്മളെ തേടി നമ്മുടെ അരികിലെത്തുമ്പോൾ ആരാ എന്താ എന്നൊന്നും മാറ്ററേ അല്ല. മാധു, എന്തുവാ? ചിക്കൻ ഓർഡർ ചെയ്യട്ടെ? അത് വേണ്ട, നിനക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ നേരത്തെ ഓർഡർ ചെയ്തായിരുന്നു. തീറ്റയും കഴിഞ്ഞു. എടി പന്നെ, ആ ചെസ്റ്റ് പീസ് ഫുള്ള് തീർത്തിട്ടുണ്ടായിരിക്കും. ഓ ഇല്ല, അവിടെ ഇരിപ്പുണ്ട്.
ആഹാ, എൻ്റെ സാക്ഷി ഡോക്ടറെ, ഞാൻ എവിടെയൊക്കെ നോക്കി. ഇതെന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല മിലി. ഒന്നുമില്ലേ? കൊള്ളാലോ. സാധാരണ ഇങ്ങനെയൊക്കെ ഏകാന്തതയിൽ വന്നിരിക്കണമെങ്കിൽ അയ്യോ സമാധാനം. വന്നപ്പോൾ കണ്ടിരുന്ന ഡോക്ടറേ അല്ല ഇപ്പോൾ. എന്തൊക്കെയോ വിഷമിപ്പിക്കുന്നുണ്ടല്ലോ. നാട് മിസ് ചെയ്യുന്നുണ്ടോ? അതോ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ് അങ്ങനൊന്നുമില്ല മിലി. ആ മെർലിൻ ഡോക്ടർ പോയതോടെ സമാധാനമുണ്ട്. പിന്നെ നീ കഴിച്ചോ? ആ ഇല്ലെന്നേ, അതല്ലേ ഞാൻ ഡോക്ടറിനെ നോക്കി നടന്നേ. പിന്നെ വേറൊരു സംഭവം അറിഞ്ഞോ? എന്തുവാ? നമ്മുടെ സാറ് പോകുവാണെന്ന്. ആര്? ആരാ ഇപ്പോൾ ഓണർ? ആരാ ഇപ്പോൾ CEO? ആ ആള് തന്നെ. ആണെന്നേ, സാംസാറ് പറയുന്നത് ഞാൻ കേട്ടതാ. ഉടനെ ബോർഡ് മീറ്റിംഗ് ഒക്കെ വെക്കാനുള്ള പ്ലാനാ. ലിയാന മേഡത്തിനെ ഏൽപ്പിക്കാനാണ് പ്ലാൻ എന്നാണ് കേട്ടത്. സത്യമാണോ നീ പറഞ്ഞേ? എങ്ങോട്ട്? ഞാനിപ്പോൾ വരാമേ. ഡോക്ടറെ ഷോ, ഡോക്ടറിന് തന്നെ പറ്റിയേ? സാക്ഷി, പറ്റുന്നില്ല, പ്ലീസ്. സാക്ഷി, എങ്ങോട്ടേക്കാ പോകുന്നേ? I'm sorry. സാക്ഷി, Please have your boarding pass and identification ready. Regular boarding will begin in approximately 10 minutes. സാർ കൺഫേം 4:30 എയർ കാനഡയിൽ. ഓക്കെ. വാ കഴിക്കാം. വേണ്ട, നീ കഴിച്ചോ? അതെന്നെ വേണ്ടാത്തേ. ദേ വന്നേ തങ്കു, വാ വന്ന് കഴിക്കാം. കഴിക്കാതെ അങ്ങനെ കിടക്കാനാണ് പ്ലാനെങ്കിൽ സത്യമായിട്ട് തങ്കു ഞാൻ വീട്ടിൽ വിളിച്ച് പറയും. ആ വിളിച്ചു പറ. ഇപ്പൊ വേണ്ടാഞ്ഞിട്ടാടി. ഞാൻ വിശക്കുവാണെ പിന്നെ കഴിച്ചോളാം. ഞാൻ അന്നേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത കുന്തോന്നെടുത്ത് തലേ വെച്ചേക്കരുതെന്ന്. മാധു. എന്തുവാ? എന്താ മറന്നുപോയോ? അതൊന്നും ആരുടെയും കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല. സ്വയം ഞാൻ തന്നെ ഒരുപാട് തവണ വിലക്കിയതാ. പക്ഷേ സാക്ഷി ജെറിനെ ഡീപ്പായി സ്നേഹിച്ചു പോയി അല്ലേ? അതെ, നന്നായി ആലോചിച്ച് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതെന്നും അങ്ങനെ തന്നെ ഉള്ളിലുണ്ടാവും, ഒട്ടും കുറയാതെ. അടിപൊളി. നീ എന്താലോചിച്ചു എന്നാ? ഫസ്റ്റ് കൺട്രി, കൾച്ചർ, റിലീജിയൻ, പിന്നെ എത്ര പണമുണ്ട് പ്രതാപം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും പേരൻസ്, അതില്ലാത്തത് കുറവ് തന്നെയാ സാക്ഷി. നീ എന്താ മാധു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട്? അപ്പൊ എനിക്കാരാ ഉള്ളേ? പറ. ഞാനും അങ്ങനെ തന്നെയല്ലേ? നേരത്തെ ഒരു പ്രാവശ്യം വലിയ ആളായി പറഞ്ഞല്ലോ, തിയേറ്ററിൽ കയറുമ്പോൾ ഒരേ ബ്ലഡാണ്, അതാണ് ഇതാണെന്നൊക്കെ. എന്നിട്ടിപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ നീ ആ പറഞ്ഞത് എന്നെയും കൂടിയാ മാധു. തങ്കു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. നമ്മുടെ കണ്ണിൽ ഇതൊന്നും പ്രശ്നമല്ലായിരിക്കും. പക്ഷെ മീനാമ്മയും മനോജനും ഇതൊക്കെ നോക്കാതിരിക്കുമോ? ജെറിൻ ഡോക്ടറിൻ്റെ ചുറ്റുപാട്, ജീവിത രീതി, ഇതൊന്നും അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. 100% ഉറപ്പാണ്. മീനാമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഹെഡി, നമ്മുടെ ഫീലിങ്സിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. തങ്കു, ഞാനൊന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. അത് നീ എന്താ മറന്നുപോയോ? ദേ നോക്ക്, നമ്മളെ രണ്ടുപേരെയും ഇല്ലാത്ത ലോണും എടുത്ത് കഷ്ടപ്പെട്ട് ഡോക്ടറിനെ പഠിപ്പിച്ച് ഇപ്പം നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് വേറൊരു രാജ്യത്തേക്ക് വിട്ടിരിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് കരയാനാണോ? നീ ഇവിടെ ഇരുന്ന് കരയുന്നത് പുള്ളി വല്ല അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. മതി, നിർത്ത്. വാ വന്ന് കഴിക്കുക. നീ എടുത്ത് വെക്ക്. ബി പോസിറ്റീവേ. എൻ്റെ പൊന്നു സാക്ഷി, നമ്മുടെയൊക്കെ വിധി വല്ല രമേശിനെ ബാബുവിനെയൊക്കെ കെട്ടാനാ. അതുകൊണ്ട് നീ ഇന്ന് മുതൽ രമേശിനെ സ്വപ്നം കണ്ടോ, ഞാൻ എൻ്റെ ബാബുവേട്ടനെ സ്വപ്നം കണ്ടേ കേട്ടോ. ഒന്ന് പോയേ മാധു, അവളുടെ ഒരു തമാശ. ഇനിയും വരുന്നില്ലേ? അവിടെ ഇരുന്ന് മോങ്ങിക്കോ.
തീറ്റ് മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ. ബട്ട് ഹീ സേഫ്. മൂവ്മെൻറ്റ്സ് എന്നെ അറിയിക്കണം. ഫ്രൈഡേ 6:30 മോർണിംഗ് ഫ്ലൈറ്റ് ഞാൻ അറൈവ്ഡ് ആവും. ഇനി ഒരു 4 days കൂടിയല്ലേ ഉള്ളൂ. മിസ്റ്റേക്സ് ഒന്നും തന്നെ സംഭവിക്കരുത്. ജയ് എങ്ങോട്ടാ? ഡാഡിൻ്റെ അടുത്തേക്ക്. ആഹാ, ഡാഡിനോടുള്ള സ്നേഹം കൂടിപ്പോയല്ലോ. മമ്മയോട് ഡാഡി ചെയ്തത് തെറ്റായിരുന്നു. അതിന് ഒരുപാട് നാളുകൾ ഞാനും ഡാഡിനെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇനിയും വയ്യ മമ്മ. ആൽബർട്ട് ചെയ്ത കുറ്റത്തിന് ഡാഡിനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല. ഇനിയെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിയാതെ പോയതെല്ലാം ഡാഡിന് കൊടുക്കണം. മമ്മ എന്നെ തടയരുത്. ഒരിക്കലുമില്ല. ഓക്കെ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ജയ്, എ സ്മോൾ സെൻറ്റൻസ് ഫോർ യു. എനിക്ക് വേണ്ടിയല്ല. യു മേ തിങ്ക് ഐ എം സ്മോൾ, but I have a universe inside my mind. Right? മമ്മ, എന്താ തൻ്റെ ഇമ്പോർട്ടൻറ്റ്? ലൂക്ക, ഇറ്റ്സ് എ ഷോക്കിംഗ് ന്യൂസ്. അങ്ങനെ ഒരു ഡീറ്റെയിൽ ആണ് എനിക്ക് കിട്ടിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കിംഗ്. ഓഫീസർ, താൻ കാര്യം പറ. പറയാം. ഇന്നലെ എൻ്റെ ഓഫീസിലേക്ക് ഒരു മെയിൽ വന്നു. ആ ഒരു ഇമെയിലിൽ നിന്നും ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻക്വയറി നടത്തി. അതിൽ നിന്നാണ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്. 3 മാസം മുമ്പ് ജോൺ പോളിന് വേണ്ടി ജാസ്പറിനെ മുൻനിർത്തി താൻ കൊന്നുകളഞ്ഞ ഡേവിസ് പോളിൻ്റെ മകൻ ജെറിൻ ഡേവിസിനെ തനിക്കറിയാം അല്ലേ? നന്മയുള്ള ഡോക്ടർ, ചെറിയ ചെക്കൻ. തനിക്കിത്രയും ബുദ്ധിയില്ലാതായി പോയല്ലോടോ. ആ നന്മയുള്ള ഡോക്ടറിൻ്റെ മറ്റൊരു മുഖം താൻ അറിയാതെ പോയി. നിങ്ങളുടെ ഹോസ്പിറ്റൽ ഡീലിങ്ങിനെ പറ്റി അറിയാത്ത മണ്ടനല്ല അവൻ. ഡേവിസിൻ്റെ ആക്സിഡൻറ്റിൻ്റെ പിന്നിലെ സസ്പെക്റ്റിനെ അന്വേഷിച്ച് അവൻ ചെന്ന് നിന്നത് എസ്തർ ഡേവിസിൻ്റെ കൊലപാതകത്തിലാണ്. താനിതെന്തൊക്കെയാ പറയുന്നത്? യെസ്, ട്രൂ. ഇനി തന്നെ ഇതിലും ഞെട്ടിക്കുന്ന ഒരു ന്യൂസും കൂടി പറയാം. ഡേവിസ് പോൾ സ്നേഹിച്ച് മാരേജ് ചെയ്ത ആ എസ്തർ മറ്റാരുമല്ല, അലക്സാൻഡ്രോ ദ ഗ്രേഷ്യോയുടെ ഒരേ ഒരു മകൾ ജെറമ്യ അലക്സാൻഡ്രോ. ജെറിനാണ് എൻസോ അലക്സാൻഡ്രോ. ഇതുവരെയും പുറം ലോകത്തിന് വെളിപ്പെടാത്ത വ്യക്തി. അപ്പോ അവൻ ഇത്ര നാളും എൻ്റെ മുമ്പിൽ ഡ്രാമ കളിക്കുമായിരുന്നല്ലേ? നോ, അവൻ അങ്ങനൊരു ഫാമിലിയിലെ ആണെന്ന് അവൻ പോലും അറിഞ്ഞത് വളരെ വൈകിയായിരുന്നു. അങ്ങനൊരു ഫാമിലിയുമായി അടുക്കാൻ ഒരിക്കലും ഡേവിസ് പോൾ സമ്മതിക്കുമായിരുന്നില്ല. മകളെ കൊന്നവരോട് അവർക്കുള്ള പ്രതികാരവും അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുത്തിയ ഫാമിലിയോട് ഒരു മകനുള്ള പ്രതികാരവും, ഇതാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ നഷ്ടത്തിൻ്റെ അടിസ്ഥാനം. എന്താ ചെയ്യോ? ലൂക്ക, കാനഡയിൽ നിന്നെത്തിയാലുടൻ കുറച്ച് ദിവസങ്ങൾക്കകം ജെറിൻ ഇറ്റലിയിലേക്ക് പോകും. പിന്നെ തനിക്കെന്നല്ല, തൻ്റെ ഫാദർ ബെഞ്ചമിൻ വന്നാൽ പോലും തൊടാൻ പറ്റില്ല. അതിനു മുമ്പ് തനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഞാനുണ്ടാകും. ഹൈ ഡിമാൻഡാണ്, അതുകൊണ്ട് എനിക്ക് നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തു വേണമെന്ന് എനിക്കറിയാം. അലക്സി, അവൻ എപ്പോഴാണ് കാനഡയിൽ നിന്ന് വരുന്നതെന്ന് അന്വേഷിക്കാം. ഓക്കെ സാർ. Linda, do you have Jerin's number here? Jerin sir? Is it the cabin number? No, personal. No. And some sir's number? No, it's okay. തങ്കു, എനിക്ക് പറ്റുന്നില്ല മാധു. ഞാൻ ട്രൈ ചെയ്യാനിട്ട് അങ്കടി മറക്കാൻ മാത്രം പറയല്ലേടി മാധു. ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്കും തന്നെ സ്നേഹിച്ചോളാം. അത്ര
ജീവനായി പോയിടി. സാക്ഷി, നീ ആദ്യം കരച്ചിൽ നിർത്ത്. അങ്ങേര് പോയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ, അപ്പം തന്നെ നീ ഇങ്ങനെയാണെങ്കിൽ ശരി, നാളെ നമുക്ക് നേരിട്ട് വീട്ടിൽ പോയി അന്വേഷിക്കാം. ഹാപ്പിയായോ? നീ ഇങ്ങനെ ഇരിക്കല്ലേടി തങ്കു. നിനക്കിന്ന് സർജറി എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി എമർജൻസി എന്തെങ്കിലും വന്നാലേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞ കാര്യമോ? ഇന്നലെ ജെറിൻ ഡോക്ടറിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യ. ഒരു 10 ആകുമ്പോൾ പോയാൽ പോരെ? രാവിലെ തന്നെ പോണോ? അലക്സി, 6:20 6:30 ഫ്ലൈറ്റ് അറൈവ് ആകും. എയർപോർട്ടിന് വെളിയിലേക്ക് കാല് വയ്ക്കുന്നതിന് മുമ്പേ അവൻ നമ്മുടെ കാറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പറഞ്ഞ സ്ഥലത്ത് അവനെ കൊണ്ടുവരണം. ഞാൻ അവിടെ ഉണ്ടാവും. Hello. Come fast.